വെൽക്കം ടു NCERT +1 ആൻഡ് +2 ഫിസിക്സ്. അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ സർഫസ് ടെൻഷൻ ആൻഡ് സർഫസ് എനർജി ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സമ്മറിയുടെ അകത്ത് നമ്മൾ ഇന്നലെ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ് ഇതെല്ലാം. ദാറ്റ് സർഫസ് ടെൻഷൻ is the force per unit length or the surface energy per unit area which is acting in the plane of interface between the liquid and the bounding surface. It is the extra energy that the molecules at the interface have as compared to the interior. Okay, അപ്പോൾ ഇന്ന് നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ ആയ 10.7.4 that is drops and bubbles. ഇതാണ് നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ സർഫസ് ടെൻഷന്റെ സർഫസ് ടെൻഷൻ അബ്രീവേഷൻ ആയിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്താം. സോ ദ സർഫസ് ടെൻഷന്റെ ഒരു കോൺസിക്വൻസസ് ആണ് ഈ ഗ്രാവിറ്റിയുടെ എഫക്ട്സ് നെഗ്ലക്ട് ചെയ്യുവാണെങ്കിൽ ലിക്വിഡ് ഡ്രോപ്സും ബബിൾസും എല്ലാം എന്തായിട്ടായിരിക്കുന്നത്, അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ഫിരിക്കൽ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഈ ഒരു സർഫസ് ടെൻഷന്റെ എഫക്ട് കാരണം. ഇപ്പൊ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഹൈ സ്പീഡ് സ്പ്രേ അല്ലെങ്കിൽ എന്താണ് ജെറ്റ്, അതിൻ്റെ അതിനൊക്കെ എന്താണ് ഹൈ സ്പീഡായിട്ട് സ്പ്രേ, ഓക്കെ, ഹൈ സ്പീഡ് സ്പ്രേയിലോ അല്ലെങ്കിൽ ജെറ്റിലോ ഒക്കെ ഡ്രോപ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചൈൽഡ്ഹുഡിലൊക്കെ ഉണ്ടാവുന്നതാണ് സോപ്പ് വാട്ടറിന് സോപ്പ് ബബിൾസ് നമ്മൾ ബ്ലൂ ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ എല്ലാവരും ഫെമിലിയർ ആണ് വാട്ട് ഈസ് ലിക്വിഡ് ഡ്രോപ്പ് ആൻഡ് ഓക്കെ, ഇത് സ്പിരിക്കൽ തന്നെയാണ് പേര്. And what is bubbles? So that will be spherical in shape. അപ്പം ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇന്ന് അറിഞ്ഞിരിക്കണം. ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എന്താണ്, ഡ്രോപ്പ് വിൽ ബി ഫിൽഡ് വിത്ത് ലിക്വിഡ്. എന്തെങ്കിലും ലിക്വിഡ് ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു സാധനത്തിനാണ് ഡ്രോപ്പ് എന്ന് പറയാം. ഇനി ബബിൾ ആണെങ്കിൽ ബബിൾ വിൽ ബി ഇൻസൈഡ് സം ലിക്വിഡ്. സി, ഇപ്പൊ ഇതിന്റെ പുറത്തൊരു പക്ഷെ ലിക്വിഡ് ആയിരിക്കും ആൻഡ് ഉള്ളില് എയർ ആയിരിക്കും, കൈൻഡ് ഓഫ് ഒരു ക്യാവിറ്റി പോലെ വരും. അപ്പം ഇതാണ് നമ്മുടെ ബബിൾ. സോ ദിസ് ഇസ് ഡ്രോപ്പ് ആൻഡ് ദിസ് ഇസ് ബബിൾ. സോ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇറ്റ് ഇസ് ഫിൽഡ് വിത്ത് ലിക്വിഡ്. ബബിൾ മീൻസ് ഇറ്റ് ഇസ് ഫിൽഡ് വിത്ത് എയർ. ഓക്കെ, ബബിൾ എയർ കൊണ്ട് ഫിൽ ചെയ്തിരിക്കുന്നു, ഡ്രോപ്പ് ലിക്വിഡ് കൊണ്ടാണ് ഫിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ യു സി, അപ്പം ഈ ഡ്രോപ്സും ബബിൾസും എന്തുകൊണ്ടാണ് സ്ഫിരിക്കൽ ആവുന്നത്, അപ്പം ഈ ബബിളിനെ എന്താണ് സ്റ്റേബിൾ ആക്കുന്നത്, ഇതെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് സർഫസ് ടെൻഷൻ വഴിയാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു, ലിക്വിഡ് എയർ ഇന്റർഫേസിൽ എന്തുണ്ടാവും, ഈ ലിക്വിഡ് എയർ ഇന്റർഫേസിന് there will be some energy. അപ്പം ഒരു എനർജി ഉണ്ട്, ഇറ്റ് ഹാസ് എൻ എനർജി. ആൻഡ് ഒരു ഗിവൺ വോളിയത്തില്, അപ്പം ഒരു സർഫസിലെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ലിക്വിഡിന്റെ സർഫസിലുള്ള സർഫസ് മോളിക്യൂൾസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്താണ്, ഈ സർഫസ് മോളിക്യൂൾസിന്റെ ഈ ഇൻവേർട്ട് പുള്ള്, ദാറ്റ് ഇസ് ഡ്യൂ ടു ദ സർഫസ് ടെൻഷൻ. ഈ ഒരു വാട്ടർ മോളിക്യൂൾസിന് തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കൂടുതലാണ് റാദർ ദാൻ ലിക്വിഡ് ആൻഡ് എയർ. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു എപ്പോഴും ഇതിനെ ഈ സർഫസിലുള്ള മോളിക്യൂൾസിനെല്ലാം അകത്തേക്ക് പുള്ള് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. അതുകൊണ്ട് തന്നെ ഈ സർഫസിലെ ഈ ഒരു പർട്ടിക്കുലർ സർഫസിലെ ഏരിയ എന്ന് പറയുന്നത് ഫോർ ഒരു ഗിവൺ ലിക്വിഡിനെ സംബന്ധിച്ച് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറവായിട്ടായിരിക്കും ലിക്വിഡ് മോളിക്യൂൾസ് ഇരിക്കുക. അപ്പം ഒരു ഫോർ സം ഗിവൺ വോളിയം ലീസ്റ്റ് ഏരിയ ഉള്ള സർഫസ് എന്ന് പറയുന്നത് വിൽ ബി ഹാവിങ് ദ മിനിമം എനർജി. അതുകൊണ്ട് തന്നെ ലീസ്റ്റ് ഏരിയ ഉൾക്കൊള്ളുന്ന ആ സർഫസിന് അതാണ് സർഫസ് വിത്ത് മിനിമം എനർജി. ആൻഡ് സ്ഫിയർ എന്ന് പറയുന്ന ഒരേ ഒരു ഷേപ്പാണ്. സ്ഫിയർ എന്ന് പറയുന്ന ഇറ്റ്സ് ഓൺലി ഷേപ്പ്. അതിനൊരു പ്രത്യേകത ഉണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വോളിയത്തിന് ഒരു വോളിയം എൻക്ലോസ് ചെയ്യുകയും എന്താണ് ലീസ്റ്റ് പോസിബിൾ സർഫസ് ഏരിയയിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വോളിയം എൻക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് സ്ഫിയർ ആണ്. ഓക്കെ, ഇപ്പൊ സ്ഫിയറിന് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളൂ. ഈ ഒരു സർഫസിന് എന്ത് ചെയ്യണം, ഫോർ എ ഗിവൺ വോളിയം ഓഫ് എ ലിക്വിഡ് ലീസ്റ്റ് പോസിബിൾ സർഫസ് ഏരിയ ഒക്കേഴ്സ് ഓൺലി ഫോർ ദിസ് പർട്ടിക്കുലർ ഷേപ്പ് വിച്ച് ഇസ് ദ സ്ഫിയർ. അപ്പം നമ്മൾ എന്താണ്, ഈ ഒരു ഗ്രാവിറ്റിയും അതുപോലെ തന്നെ മറ്റു ഫോഴ്സസിന്റെയും എഫക്ട്സിനെ ഇൻഎഫക്റ്റീവായി അത് നെഗ്ലക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ലിക്വിഡ് ഡ്രോപ്സ്
അസ്യൂം ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുന്നത് സ്ഫിയർ ആയിരിക്കും. കാര്യം അതിന് മാത്രമേ ഈ ഒരു മിനിമം സർഫസ് ഏരിയ ഫോർ എ ഗിവൺ വോളിയം ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഗ്രാവിറ്റിയുടെയും എയർ റെസിസ്റ്റൻസിന്റെ ഒക്കെ എഫക്റ്റ് ഇൻഎഫക്റ്റീവ് ആണെങ്കിൽ, അത് അത്രയ്ക്കും പ്രൊനൗൺസ്ഡ് അല്ലെങ്കിൽ ലിക്വിഡ് ഡ്രോപ്സ് ഒക്കെ സ്ഫിരിക്കൽ ആയിട്ടിരിക്കും. ഓക്കെ, ബിക്കോസ് ഈ ഗ്രാവിറ്റി എയർ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് ഫ്ലാറ്റ് ഉണ്ടാവും. ആ ഒരു ഫോഴ്സിൽ അത് ഫ്ലാറ്റ് ഉണ്ടാവും. സോ അല്ലാത്ത പക്ഷം ലിക്വിഡ് ഡ്രോപ്സും അതുപോലെ തന്നെ ബബിൾസിന്റെയും ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ഫിരിക്കൽ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് സർഫസ് ടെൻഷന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ഇതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് സർഫസ് ടെൻഷൻ കാരണം തന്നെ സർഫസ് ടെൻഷന്റെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർഫസ് ടെൻഷൻ മൂലം ഉണ്ടാവുന്ന മറ്റൊരു കാര്യമാണ് ദാറ്റ് ഈസ് ദ അതർവൈസ് ഞാൻ റീഡ് ചെയ്താൽ. സോ ഈ സർഫസ് ടെൻഷന്റെ തന്നെ മറ്റൊരു കോൺസിക്വൻസ് ആണ് അടുത്ത പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ പ്രഷർ ഇൻസൈഡ് എ സ്ഫിരിക്കൽ ഡ്രോപ്പ്. അതൊരു സ്ഫിരിക്കൽ ഡ്രോപ്പിന്റെ ഉള്ളിലെ പ്രഷർ എന്ന് പറയുന്നത് ഇസ് മോർ ദാൻ ദ പ്രഷർ ഔട്ട്സൈഡ്. പുറത്തെ പ്രഷറിനെക്കാട്ടിയും കൂടുതൽ അകത്തെ പ്രഷർ ആയിരിക്കും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇപ്പൊ ഇതൊരു സപ്പോസ് ഇതെന്ന് പറഞ്ഞൊരു ഡ്രോപ്പ് ആണ്. ഓക്കെ, ഇതൊരു സ്ഫിരിക്കൽ ഡ്രോപ്പ് ആണ്. ഇതിന്റെ ഉള്ളിലെ പ്രഷറാണ് പി ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സോ പുറത്തെ ഈ ഒരു ലിക്വിഡ് ഡ്രോപ്പിന്റെ പുറത്തെ പ്രഷറാണ് പി ഒ. സോ ഒബ്വിയസ്ലി പി ഒ ആയിരിക്കും, പി ഐ ആയിരിക്കും പി ഒയെക്കാട്ടിയും കൂടുതൽ. അതും ഈ സർഫസ് ടെൻഷൻ കാരണം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതും സർഫസ് ടെൻഷന്റെ ഒരു എഫക്റ്റ് ആണ്. സി ഒബ്വിയസ്ലി ഇത് എന്താ നമുക്ക് പറയാൻ പറ്റും, ഈ ലിക്വിഡ് മോളിക്യൂൾസ് ഇങ്ങനെ എന്താണ് ഇതിൻ്റെ അകത്ത് വളരെ ക്ലോസ്ലി പാക്ഡ് ആയിട്ട് ഈ സ്ഫിയറിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് വെരി ക്ലോസ്ലി അറേഞ്ച്, ഡെൻസ്ലി പാക്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ഇതിന്റെ കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഈ കൊഹസീവ് ഫോഴ്സ് ദാറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് ഇതിന്റെ അകത്ത്. അങ്ങനെ ഭയങ്കര ടൈറ്റ്ലി ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രഷർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എന്താണ്, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്രഷർ ഔട്ട്സൈഡ്. ഓക്കെ, പ്രഷർ ഇൻസൈഡ് പി ഐ ആയിട്ട് എടുത്തിരിക്കുകയാണെങ്കിൽ പ്രഷർ ഔട്ട്സൈഡ് പി ഒ ആണെങ്കിൽ പി ഐ ഇസ് ഗ്രേറ്റർ ദാൻ പി ഒ. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പൊ അതെന്താണ് എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമുക്കൊരു ഈ ഒരു സ്ഫിരിക്കൽ ഡ്രോപ്പ് ഉണ്ട്. ഈ സ്ഫിരിക്കൽ ഡ്രോപ്പിന്റെ റേഡിയസ് ആറാണെന്ന് വിചാരിക്കാം. ഈ ഒരു പർട്ടിക്കുലർ റേഡിയസ്, ഈ സ്ഫിരിക്കൽ ഡ്രോപ്പിന്റെ റേഡിയസ് ആറാണെന്ന് വിചാരിക്കാം. അപ്പം ഇതിന്റെ റേഡിയസ് കുറച്ച് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇതിന്റെ റേഡിയസ് ഒരു ഡെൽറ്റ ആർ ആയിട്ട് ഇൻക്രീസ് ചെയ്തു. നമുക്കൊരു പുതിയ റേഡിയസ്, ഇതിന്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്തു. സി ദിസ് ഇസ് ആർ പ്ലസ് ഡെൽറ്റ. ഇതിന്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദിസ് മച്ച്, ഈ ഒരു ഡിസ്റ്റൻസ് എത്രമാത്രം ഡിസ്റ്റൻസ് കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെൽറ്റ ആർ ആണ് ഇപ്പൊ കൂടിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ റേഡിയസ് അങ്ങനെ ഇൻക്രീസ് ചെയ്യുവാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആ ഒരു എക്സ്ട്രാ സർഫസ് എനർജി എന്ന് പറയുന്നത് എന്താണ്, അതെങ്ങനെ കണ്ടുപിടിക്കാം? സി ഇതിന്റെ ഇനീഷ്യൽ ഇപ്പോ ഇതിന്റെ സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്നതാണ്. ഇത് ലിക്വിഡും പുറത്തുള്ള സാധനം എയറും ആണ്. അപ്പം ഇതെന്ന് പറയുന്ന ഇന്റർഫേസ് എന്നൊരു ലിക്വിഡ് എയർ ഇന്റർഫേസ് ആണ്. സോ ഈ എസ് എൽ എന്ന് പറയുന്നതാണ് എന്ന് വിചാരിക്കുക, സർഫസ് ടെൻഷൻ പെർ യൂണിറ്റ് ഏരിയ. അത് ഒരു യൂണിറ്റ് ഏരിയയിലെ സർഫസ് ടെൻഷൻ ഇതാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ സർഫസ് എനർജി എത്രയായിരിക്കും? ഇനീഷ്യലി സർഫസ് എനർജി, ഓക്കെ, ഇനീഷ്യലി അതിന്റെ സർഫസ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പൊ ഇതാണ് സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ എങ്കിൽ, ഓക്കെ, സർഫസ് എനർജി എസ് എൽ എന്ന് പറഞ്ഞാണ് ഒരു യൂണിറ്റ് ഏരിയയിലെ സർഫസ് എനർജി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇനീഷ്യൽ സർഫസ് എനർജി, ഇനീഷ്യലി അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ റേഡിയസ് ഓഫ് അത് സർഫസ് ഏരിയ ഓഫ് സ്ഫിയറിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 4πr² ആണ്. അപ്പൊ ഇനീഷ്യലി അതിന്റെ റേഡിയസ് 6 ആയിരുന്നു. അപ്പൊ അതിന്റെ ഇനീഷ്യൽ ഏരിയ എന്ന് പറയുന്നത് 4πr² ആയിരുന്നു. ഓക്കെ, അപ്പം ഇനീഷ്യലി അതിന്റെ സർഫസ് എനർജി എന്ന് പറയുന്നത് SLA എന്നുള്ളതാണ് പെർ യൂണിറ്റ് ഏരിയ എങ്കിൽ ഈ 4πr² ഏരിയയുടെ സർഫസ് എനർജി എന്ന് പറയുന്നത് 4πr² ഇൻറ്റു SLA. ആൻഡ് ഫൈനലി ആഫ്റ്റർ വാട്ട് ഹാപ്പൻസ്, ഇത് ഡെൽറ്റ ആർ ഒരു സ്ട്രെച്ചും ഉണ്ടായി. സ്ട്രെച്ച് ചെയ്ത് ഇതിന്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്തു ഡെൽറ്റ ആർ ആയിട്ട്. അപ്പൊ അതിന് ഉണ്ടായി ഇപ്പൊ അതിന്റെ ഫൈനൽ സർഫസ് എനർജി എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഫൈനൽ സർഫസ് എനർജി എന്ന് പറയുന്നത് 4π ഇൻറ്റു ആർ പ്ലസ് ഡെൽറ്റ ആർ. അതാണ് കൂടിയിരിക്കുന്നത്.
the whole square SLA. ഓക്കെ, നമുക്ക് ഈ 4π into r plus delta r the whole square നിന്ന് എക്സ്പാൻഡ് ചെയ്യാം. സോ ഇറ്റ് വിൽ ബിക്കം 4π into ഇവിടെ നമ്മൾ കൊടുക്കുന്ന എക്സ്പാൻഷൻ a plus b the whole square is equal to a square plus 2ab plus b square. ഈ എക്സ്പാൻഷൻ നമ്മൾ ഈ r plus delta r കൊടുക്കുകയാണ്. സോ 4π r square plus 4π into 2ab, that means 8π r delta r plus 4π delta r square delta r square ഇത്രമാത്രം SLA. ഓക്കെ, ഇതിൻ്റെ അകത്തൊരു കാര്യം ശ്രദ്ധിക്കുക, ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ചെറിയ റേഡിയസ് ഇൻക്രിമെന്റ് ഇപ്പം വളരെ ചെറുതാണെങ്കിൽ കമ്പയർ ടു ദ അതർ ടേംസ് ഈ ടേമിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ സാധിക്കും. ബീങ് വെരി സ്മോൾ കമ്പയർ ടു ദ അതർ ടേം, നമുക്ക് ഈ 4π ഡെൽറ്റ ആർ സ്ക്വയറിനെ നെഗ്ലക്ട് ചെയ്യാം. സോ ഇതിന്റെ ഫൈനൽ സർഫസ് എനർജി ആയിട്ട് നമുക്ക് പറയാം 4π r square SLA plus 8π r delta r SLA. ഓക്കെ, സോ എത്രമാത്രമാണ് എക്സ്ട്രാ സർഫസ് എനർജി? ഇപ്പം ആ സർഫസ് ഗെയിൻ ചെയ്ത എക്സ്ട്രാ സർഫസ് എനർജി എന്ന് പറയുന്നത് ഇത്രയാണ്. ഇങ്ങനൊരു റേഡിയസ് ആറിന്ന് ഡെൽറ്റ ആറിലേക്ക് ഇൻക്രീസ്ഡ് ആയപ്പം ആ സർഫസിന് കിട്ടിയ എക്സ്ട്രാ സർഫസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മളുടെ ഫൈനൽ സർഫസ് എനർജിന്ന് ഇനീഷ്യൽ സർഫസ് എനർജിയെ കുറയ്ക്കുക. അപ്പൊ ഫൈനൽ സർഫസ് എനർജി എന്ന് പറയുന്നത് 4π r square SLA plus 8π r delta r SLA minus 4π r square SLA. So ഈ 4π r square LAയും ഈ 4π r square SLAയും ക്യാൻസൽ ആയിട്ട് it will be like 8π r delta r SLA എന്ന് വരും. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇപ്പം ഫൈനലി ഈ ഡ്രോപ്പ് ഇത്രയും എന്താണ് ഇത്രയും എനർജി ഗെയിന് ഈ എക്സ്ട്രാ സർഫസ് എനർജിക്ക് ഉണ്ടായി. അപ്പം ഈ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് എന്താണ് ആക്ച്വലി എന്താണ് ഈ ഒരു റേഡിയസിനെ വികസിപ്പിച്ചത്? ദർ ഇസ് എ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ഇൻസൈഡിനും ഔട്ട്സൈഡിനും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഈ പ്രഷർ ഡിഫറൻസ് ആണ് ഇവിടെ ഇത് എക്സ്പാൻഡ് ചെയ്യാനുള്ള വർക്ക് ചെയ്യുന്ന ആള്. നമ്മൾ ഓൾറെഡി കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് നമുക്കറിയാം വർക്ക് ഡൺ ടു എക്സ്പാൻഡ് ദ റേഡിയസ് ഷുഡ് ബി ഈക്വൽ ടു ദിസ് സർഫസ് എനർജി ഗെയിൻ ബൈ ദ സർഫസ്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നത് ആ പ്രഷർ ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് അല്ലെ. അപ്പം സി വർക്ക് ഡൺ നമുക്ക് സർഫസ് എനർജി ഗെയിൻ നമ്മളിപ്പം കണ്ടു. എക്സ്ട്രാ സർഫസ് എനർജി ദേ ഗെയിൻഡ് ഈസ് 8π r delta r SLA. നമുക്ക് അതിനെ വർക്ക് ഡണ്ണുമായിട്ട് ഇക്വേറ്റ് ചെയ്യിപ്പിക്കാം. അപ്പൊ ആ വർക്ക് ഡണ്ണുമായിട്ട് ഇക്വേറ്റ് ചെയ്യിപ്പം സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമുക്ക് ഈ ഫോഴ്സിന് എന്ത് ചെയ്യാം? പ്രഷർ ഇസ് ഈക്വൽ ടു വാട്ട്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പം ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പൊ ഇവിടെ ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് പ്രഷർ ബിറ്റ്വീൻ ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് PI minus PO ഇൻറ്റു എത്രമാത്രം റേഡിയസ് ഇവിടെ ഇൻക്രീസ് ചെയ്ത് ഡെൽറ്റ ആർ ഇൻക്രീസ് ചെയ്ത് ഡെൽറ്റ ആർ ആണ്. സോ ഇൻറ്റു ഡെൽറ്റ ആർ. ഓക്കെ, ഇനി ഏരിയ ഉണ്ടല്ലോ. സോ ഫോഴ്സ് ഇൻറ്റു F is equal to P into A. So here that is PI minus PO എന്ന് പറയുന്നതാണ് എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. ആൻഡ് ഏരിയ എന്ന് പറയുന്നത് ഇനീഷ്യലി ഉണ്ടായിരുന്ന ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ദറ്റ് ഇസ് ദ 4π r square. അവിടെ നിന്നാണ് ഇതിനെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത്, അതായത് ഈ ഒരു പ്രഷർ ഡിഫറൻസ് ആക്ടഡ് ഓൺ ദിസ് ഇനീഷ്യൽ ഏരിയ 4π r square എന്ന് പറഞ്ഞ ഏരിയയിലാണ് അത് ഇനീഷ്യലി ആക്ട് ചെയ്തത് അല്ലെ. സോ ഇൻറ്റു 4π r square. ഓക്കെ, എഫ് ഡോട്ട് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ. ഇതിനെ കുറച്ചും കൂടെ വൃത്തിയായിട്ട് എഴുതാമേ. സോ PI minus PO ഇൻറ്റു 4π r square ഡെൽറ്റ ആർ. അപ്പൊ നമുക്ക് ഇനി ഇക്വേറ്റ് ചെയ്യാം വർക്ക് ഡണ്ണും സർഫസ് ഗെയിനും. വർക്ക് ഡണ്ണും നമുക്ക് കിട്ടി, സർഫസ് ഗെയിനും. ഇത് രണ്ടും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you see PI minus PO is equal to PI minus PO into 4π r square delta r is equal to 8π r delta r SLA. So ഈ പൈയും ക്യാൻസൽ ആയി, ഈ ഫോറിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് 8/4 ആണ്. സോ ഇറ്റ് വിൽ ബിക്കം 2. ഇവിടെ ഒരു r ഉണ്ട്, ഇവിടെ ഒരു r സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ക്യാൻസൽ ചെയ്യും, ഡെൽറ്റ ആറും ക്യാൻസൽ ചെയ്യും. സോ നമുക്ക് ഇവിടുന്ന് അവസാനം കിട്ടുന്ന എന്താണ്? PI
മൈനസ് പി ഒ. അത് ഔട്ട്സൈഡ് പ്രഷറും ഇൻസൈഡ് പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2SLA/R. ഈ ആറിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടു. ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അവർ എക്സ്പ്രഷൻ ഫോർ ദ പ്രഷർ ഡിഫറൻസ് ഓഫ് എ ഡ്രോപ്പ്. അപ്പം ഡ്രോപ്പിന് ഔട്ട്സൈഡ് പ്രഷറും ഇൻസൈഡ് പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 into SLA. ദാറ്റ് ഈസ് SLA എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ബിറ്റ്വീൻ ദ ലിക്വിഡ് ആൻഡ് എയർ ആൻഡ് ഡിവൈഡഡ് ബൈ ആ ഒരു ഡ്രോപ്പിന്റെ റേഡിയസ്. അങ്ങനെയാണ് നമുക്ക് എക്സ്പ്രഷൻ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇൻ ജനറൽ, ഇനി നമ്മൾ അടുത്തൊരു കാര്യം പറഞ്ഞു. ഇൻ ജനറലി സ്പീക്കിംഗ്, ഒരു ലിക്വിഡ് ഗ്യാസ് ഇന്റർഫേസ് ആണെങ്കിൽ, ഒരു ലിക്വിഡിന്റെയും ഗ്യാസിന്റെയും ഇന്റർഫേസിൽ എപ്പോഴും കോൺകേവ് സൈഡിലായിരിക്കും കുറെ ലിക്വിഡ് എയർ ഇന്റർഫേസ്. ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ എപ്പോഴും കോൺകേവ് സൈഡിനായിരിക്കും ഹയർ പ്രഷർ ദാൻ കോൺവെക്സ് സൈഡ്. അത് കോൺകേവ് സൈഡിലുള്ള പ്രഷർ ആയിരിക്കും കോൺവെക്സ് സൈഡിനെക്കാട്ടും കൂടുതലായിട്ട് വരിക ഒരു ലിക്വിഡ് ഗ്യാസ് ഇന്റർഫേസിനെ സംബന്ധിച്ച്. ഓക്കെ, അപ്പൊ കോൺകേവ് സൈഡും കോൺവെക്സ് സൈഡും എന്ന് പറഞ്ഞാൽ, കോൺകേവ് സൈഡ് എന്ന് പറഞ്ഞത് ഇൻവേർഡ് ആയിട്ട് കർവ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് കോൺകേവ് സൈഡ്. കോൺവെക്സ് സൈഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് ആയിട്ട്, അപ്പൊ അത് കർവ് ചെയ്തിരിക്കുന്ന പുറത്തേക്കാണെങ്കിൽ, അത് ഇപ്പം ഇങ്ങനെയാണ് എടുക്കുന്നത് വിചാരിക്കും. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ നമുക്കറിയാം ഇൻവേർഡ് ആയിട്ട് കർവ് ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്നത് എങ്ങോട്ടാണ്? ഇൻവേർഡ് ആയിട്ട് കർവ് ചെയ്തിരിക്കുന്നത്, ഉള്ളിലേക്ക് കർവ് ചെയ്തിരിക്കുന്ന ഈ ഭാഗമല്ല. അപ്പൊ ഇതാണ് ഇതിന്റെ കോൺകേവ് സൈഡ്. ഈ ഭാഗം നോക്ക്, ഇത് പുറത്തേക്കാണ് കർവ് ചെയ്തിരിക്കുന്നത്, പുറത്തേക്കാണ്. സോ ദിസ് ഇസ് ദ കോൺവെക്സ് സൈഡ്. സിമിലർലി നമ്മളിപ്പോ ഇങ്ങനെയാണ് നമ്മളുടെ ഭാഗം ഇരിക്കുന്നതെന്ന് വിചാരിക്കും. ഇതിന്റെ അകത്ത് ഏതാണ് ഇൻവേർഡ് ആയിട്ട് കർവ്, ഉള്ളിലേക്ക് കർവ് ചെയ്തിരിക്കുന്ന ഏതാണ്? ഈ ഭാഗം. സോ ദിസ് ഇസ് ദ കോൺകേവ് സൈഡ് ആൻഡ് ഔട്ട്വേർഡിലേക്ക് കർവ് ചെയ്തിരിക്കുന്നതാണ് കോൺവെക്സ് സൈഡ്. അപ്പം ലിക്വിഡ് എയർ ഇന്റർഫേസിൽ കോൺകേവ് സൈഡിലെ പ്രഷറാണ് കോൺവെക്സ് സൈഡിനെക്കാട്ടും കൂടുതൽ. അതിനൊരു എക്സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു എയർ ബബിൾ ആണ്. എയർ ബബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എയർ ബബിൾ ആണ്. സോ ദിസ് ഇസ് എയർ. ഇവിടെ അകത്ത് എയർ ആണ്. ആൻഡ് ചുറ്റും എന്താണുള്ളത്? ഇതിന് വാട്ടർ ആണുള്ളത്. ചുറ്റും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ലിക്വിഡ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് എയർ ബബിൾ ഇൻ എ ലിക്വിഡ്. അപ്പം ഇവിടെ എന്ത് പറ്റി? അപ്പം എയർ ബബിളിനെ ലിക്വിഡ് ആകുമ്പോൾ വി ഹാവ് ലിക്വിഡ് ഗ്യാസ്, ലിക്വിഡ് എയർ ഇന്റർഫേസ് നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ? ഇവിടെ നമുക്ക് ഇവിടെ 2 ലിക്വിഡ് എയർ ഇന്റർഫേസ് ഉണ്ട്. ബിക്കോസ് ഇതിന്റെ പുറത്ത് എന്താണ്? പുറത്ത് വീണ്ടും എയർ ആണല്ലോ. അപ്പം ഇവിടെ ഒരു ലിക്വിഡ് എയർ ഇന്റർഫേസ് ഉണ്ട്, അതുപോലെ ഇവിടെയും ഒരു ലിക്വിഡ് എയർ ഇന്റർഫേസ് ഉണ്ട്. അപ്പൊ തൽക്കാലം നിങ്ങൾ ഇവിടെ ഈ ഉള്ളിലെ ഭാഗം, നമുക്ക് ഏറ്റവും പുറത്തെ ഭാഗം കൂടി ഇപ്പം കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ എന്താണ് ഇപ്പം അപ്പൊ ഇവിടെ ഒരു എന്താണ് ലിക്വിഡ് എയർ ഇങ്ങനെ നമ്മളിപ്പോ തൽക്കാലം കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ മാത്രം കൺസിഡർ ചെയ്യാം. ഇൻ ദാറ്റ് കേസ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് എന്താണ് ഈ കോൺകേവ് ഭാഗം എന്ന് പറയുന്നതാണ് ഉള്ളിലേക്ക് കർവ് ചെയ്തിരിക്കുന്ന ഭാഗം. ഉള്ളിൽ കർവ് വിച്ച് ഇസ് കർവിംഗ് ഇൻസൈഡ്, അത് ഈ ഭാഗമാണ് നമ്മുടെ കോൺകേവ് സൈഡ്. ഓക്കെ, ദിസ് ഇസ് അവർ കോൺകേവ് സൈഡ്, ഈ ഉള്ളിലെ ഭാഗം. സോ ഇവിടുത്തെ പ്രഷറാണ് കമ്പയർഡ് ടു പുറത്തെ പ്രഷറിനെക്കാട്ടും കൂടുതലായിട്ട് വരിക. ഓക്കെ, അത് ഉള്ളിലായിരിക്കും, അത് പി എ എന്ന് പറയുന്ന പ്രഷർ ആയിരിക്കും എപ്പോഴും അതിന് കൂടുതലായിട്ട് വരിക പുറത്തേക്കാട്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ഹിയർ പി എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ പി യു ആയിരിക്കും. എപ്പോഴും കോൺകേവ് സൈഡിന്റെ പ്രഷർ ആയിരിക്കും കോൺവെക്സ് സൈഡിനെക്കാട്ടി കൂടുതലായിട്ട് വരിക. ഇനി അടുത്ത മറ്റൊരു ചിത്രം എന്ന് പറയുന്നത്, ഇവിടെ വീണ്ടും നമ്മൾ ബബിളിനെ, ഇതൊരു ബബിൾ തന്നെയാണ് വീണ്ടും കാണിച്ചിരിക്കുന്നത്. അപ്പം അപ്പം നമ്മൾ നോക്കുക, ബബിളും ഡ്രോപ്പും തമ്മിലൊരു വ്യത്യാസമുണ്ട്, അത് നമ്മൾ പറഞ്ഞില്ല. ഓക്കെ, സോ ഇഫ് ദിസ് ഇസ് എ ഡ്രോപ്പ്, നോക്കുക ഡ്രോപ്പിൽ എങ്ങനെയാണ്? ഇവിടെ ലിക്വിഡ് ആണ്, ഇതിന്റെ പുറത്ത് ചുറ്റും എയർ ആണ്. സോ ഒരു ഡ്രോപ്പിന് എത്ര ഉള്ളൂ? there is only one liquid air interface. ഒരു ഡ്രോപ്പിനെ സംബന്ധിച്ച് ഒരു ലിക്വിഡ് എയർ ഇന്റർഫേസേ ഉള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ ഇതൊരു ബബിൾ ആണ്. ബബിൾ മീൻസ് സംതിങ് വിച്ച് ഇസ് ഫിൽഡ് വിത്ത് എയർ. ഇവിടെ എയർ ആണ്, ചുറ്റും വാട്ടർ ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് എന്താ ഉള്ളത്? എയർ ആണ്. ആൻഡ് ഇതിന്റെ ചുറ്റും ഉള്ളത് ലിക്വിഡ് ആണ്. ആൻഡ് വീണ്ടും ഇതിന്റെ പുറത്തേക്ക് വരുമ്പോൾ എന്താ ഉള്ളത്? എയർ ആണ്. അപ്പൊ നോക്കിക്ക്, ഫസ്റ്റ് ഒരു എയർ ലിക്വിഡ് ഇന്റർഫേസ് ഉണ്ട്, പിന്നെ ഒരു ലിക്വിഡ് എയർ ഇന്റർഫേസ് ഉണ്ട്. അപ്പൊ ഒരു ബബിളിന് മൊത്തം എത്രയുണ്ട്? 2 ലിക്വിഡ് എയർ ഇന്റർഫേസ് വരുന്നുണ്ട്. ഓക്കെ, പുറത്തും ഒരു ലിക്വിഡ് എയർ ഇന്റർഫേസ് ഉണ്ട്, അകത്തും ഒരു ലിക്വിഡ് എയർ ഇന്റർഫേസ് ഉണ്ട്. അങ്ങനെ 2 ലിക്വിഡ് എയർ ഇന്റർഫേസ് ആണ്
ബബിളിനുള്ളത്. അപ്പൊ ഇതാണ് ബബിളും ഡ്രോപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഒരു ബബിളും ഒരു ഡ്രോപ്പും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു വെള്ളത്തിന്റെ അകത്ത് ഒരു ക്യാവിറ്റി ഉണ്ടെങ്കിൽ, ഒരു കംപ്ലീറ്റ് വെള്ളത്തിന്റെ അകത്ത് ഒരു ക്യാവിറ്റി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് അതും ഈ ബബിളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ബബിളിനാണെങ്കിൽ എപ്പോഴും 2 ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഈ ഡ്രോപ്പിന്റെ കേസിൽ PI മൈനസ് PO ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് 2SLA/R എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അതാണ് നമുക്ക് ഡ്രോപ്പിന്റെ കേസിൽ നമുക്ക് കിട്ടിയ ഇപ്പൊ ഇതിന്റെ ഉള്ളിലെ പ്രഷർ PIയും പുറത്തെ പ്രഷർ PU ആണെങ്കിൽ ആ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് 2SLA/R എന്നാണ് കിട്ടി. ഇപ്പൊ സിമിലർലി ഇപ്പൊ ബബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ സെയിം ആയിട്ട് നമുക്ക് അതും എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്തെടുക്കാം. അപ്പം യു ഹാവ് ടു കൺസിഡർ ദിസ് 2 ലിക്വിഡ് എയർ ഇന്റർഫേസ്. 2 ലിക്വിഡ് എയർ ഇന്റർഫേസ് ഒരേപോലെ തന്നെയാണ് ബേസിക്കലി എല്ലാം അപ്ലൈ ചെയ്യുന്നത്, ബട്ട് എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ഹാസ് 2 ലിക്വിഡ് എയർ ഇന്റർഫേസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പ്രഷനിലേക്ക് ഒരു 2 കൂടി വരുമെന്നേ ഉള്ളൂ. ഉള്ളിലെ പ്രഷർ Pയും പുറത്തെ പ്രഷർ POയും ആണെങ്കിൽ, പ്രഷർ പുറത്തെ പ്രഷർ PO ആണെങ്കിൽ അതിന്റെ റേഡിയസ് R ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പം 2 ഇന്റർഫേസ് കൺസിഡർ ചെയ്യണം. സോ ഇതേ ഇക്വേഷൻ for 2 interface means 2 into 2SLA/R. So you are getting for a bubble pressure difference between outside and inside as 4SLA/R എന്ന് വരും. ഇതാണ് for a bubble നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ആ 2 ഇന്റർഫേസോടെ കൺസിഡർ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇതുകൊണ്ടാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം when compared to drop, see this is the expression for pressure difference of a drop, and this is the expression for pressure difference between the inside and outside of a bubble. അപ്പം ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രഷർ ഡിഫറൻസ് കാരണമാണ് ഒരു സോപ്പ് വാട്ടറിന്റെ അകത്ത് നിന്ന് സോപ്പ് ബബിൾ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചധികം പ്രഷർ കൊടുത്ത്, കുറച്ചും കൂടി എയർ പ്രഷർ കൊടുത്ത് ഊതണം. അതിന്റെ കാരണം ഇതിന്റെ എയർ പ്രഷർ കൂടുതലാണ്. എന്നാലും നമുക്ക് ഇത്ര ഊതിയാലേ ഈ ഒരു ബബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ഒരു കാര്യം. ഓക്കെ, സോ that's about that section. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. that is 10.7.5 which is the capillary rise. അപ്പൊ ഇവിടെ നമ്മൾ ബേസിക്കലി കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന capillary rise ആണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാരോ സ്പേസിലൂടെ ലിക്വിഡ് ഒന്നുമില്ലെങ്കിൽ റൈസ് ചെയ്യും, അല്ലെങ്കിൽ ഫോൾ ചെയ്യും. അപ്പം ഒരു വളരെ നാരോ ആയിട്ടുള്ള ഒരു സ്പേസിൽ ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ ലിക്വിഡ് റൈസ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ലിക്വിഡ് ഫോൾ ചെയ്യും. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട്. അതിനാണ് ജനറലി നമ്മൾ capillary ആക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കുഡ് ബി എ ഫോൾ ഓർ എ റൈസ്. അതാണ് capillary ആക്ഷൻ. സോ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റൈസ് ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നത്, ഇവിടെ നമ്മൾ ബേസിക്കലി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫുള്ളും capillary റൈസ് ആണ്. ഇപ്പം അതായത് capillary റൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വെള്ളമാണ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഒരു വളരെ നേരിയ ഒരു capillary ട്യൂബ്, വളരെ നേരിയ ഡയമീറ്റർ ഉള്ള, വളരെ നേർത്ത, വളരെ കുഞ്ഞായിട്ടൊരു ട്യൂബ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് റൈസ് ചെയ്യും. അപ്പൊ ഇതാണ് എന്താണ് capillary റൈസ് എന്ന് പറയുന്ന ഫെനോമിന. അപ്പൊ ഇതൊക്കെയാണ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള, ഓൾറെഡി നമ്മൾ കണ്ടുകഴിഞ്ഞ ആംഗിൾ ഓഫ് കോണ്ടാക്ട്, അതുപോലെ സർഫസ് ടെൻഷൻ, അതെല്ലാം കൊണ്ട് നമുക്ക് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇവിടെ ഒരു ലിക്വിഡ് എയർ ഇന്റർഫേസ് ഉണ്ടാവുമല്ലോ. അപ്പം ആ ലിക്വിഡ് എയർ ഇന്റർഫേസിൽ ഉണ്ടാവുന്ന പ്രഷർ ഡിഫറൻസ് കാരണമാണ് ഇങ്ങനെ നാരോ ട്യൂബിലൂടെ വെള്ളം, ശരിക്കും പറഞ്ഞാൽ ഗ്രാവിറ്റി താഴേക്ക് പുള്ളിയില്ലേ, അപ്പം അങ്ങനെ വരേണ്ടതല്ലല്ലോ. ഇൻസ്പൈറ്റ് അതിനെക്കാട്ടി അതിനെ മറികടന്ന് മുകളിലെത്തുന്നത് ഈ ഒരു പ്രഷർ ഡിഫറൻസ് കാരണമാണ്. ഓക്കെ, അപ്പൊ എന്താ നമ്മളിപ്പോ ഇവിടെ കാണാം. അപ്പൊ ഇൻ ജനറൽ ലാറ്റിൻ വേർഡില്, ലാറ്റിൻ വേർഡാണ് ക്യാപ്പില്ല എന്ന് വെച്ചാൽ, അപ്പം ലാറ്റിൻ ആണ് ഈ വേർഡ് ക്യാപ്പില്ല. അതിൻ്റെ അകത്ത് ലാറ്റിനിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞ ഈ ഒരു ട്യൂബ് ഉണ്ടല്ലോ, ഈ ഒരു ഹെയർ ലൈക്ക് ട്യൂബ്, അത്രയ്ക്കും ഹെയർ ലൈക്ക്, അത് ഹെയർ എത്രമാത്രം തിന്നാണെന്ന് നമുക്കറിയില്ല. അപ്പൊ അത്രയും തിന്നായിട്ടൊരു ട്യൂബ് വെച്ച് കഴിഞ്ഞാൽ ഈ റൈസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാർജ് ആയിരിക്കും എന്നാണ് പറയുക. സോ ദാറ്റ്സ് വൈ ഇതിനെ capillary ട്യൂബ് എന്ന് പറയുന്നത്. ഹെയർ ലൈക്ക് ട്യൂബ് ആണെങ്കിൽ ഈ വെള്ളം പോകുന്നതിന്റെ ഈ ഒരു പർട്ടിക്കുലർ റൈസ്, സർഫസിൽ നിന്ന് എത്രമാത്രം പൊങ്ങുന്നു എന്നുള്ളതാണ് ഹൈറ്റ് ഓഫ് ദ റൈസ് ആയിട്ട് കണക്കാക്കുന്നത്, H. അപ്പം ഇപ്പൊ ആ capillary ട്യൂബിന്റെ റേഡിയസ് എന്ന് പറയുന്നത് A ആണെന്ന് വിചാരിക്കാം.
റേഡിയസ് എ ആണ്. എത്രമാത്രമാണ് വെള്ളം പൊങ്ങിയത് ഈ ബീക്കറിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ സർഫസിൽ നിന്നും എന്നുള്ളത് എച്ച് ആണെങ്കിൽ ഈ എയും എച്ചും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് ഉണ്ടാവുക. എച്ചും എയും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പം ഹെയർ ലൈക്ക് തിൻ ആണെങ്കിൽ എത്രമാത്രം റൈസ് ഉണ്ടാവും എന്ന് പറയും. അപ്പൊ അതാണ് ഈ കാപ്പിലറി ആൻഡ് ട്യൂബ് എന്ന് പറയുന്നത്, അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണുകയാണ്. അപ്പം ഇവിടെ നോക്കുക, ഇവിടെ വി ഹാവ് ഒരു ഓപ്പൺ വെസൽ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വെസലിൻ്റെ അകത്ത് വെള്ളം വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാപ്പിലറി ട്യൂബ്, ഇവിടെ ഇങ്ങനെ ഒരു കാപ്പിലറി ട്യൂബും ഇറക്കി വെച്ചിരിക്കുകയാണ്. ആൻഡ് ഈ കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് ആണ് എ എന്ന് പറയുന്നത്. അതായത് പിന്നെ നടുഭാഗത്തു നിന്ന് ഇവിടം വരെയുള്ള അതിന്റെ ഡിസ്റ്റൻസ്, അതാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ റേഡിയസ് ഓഫ് ദ കാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത് പറയുന്നതാണ് എ. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ രണ്ട് ഫിഗർ ആണ്. വി ഹാവ് വൺ ഫിഗർ ആൻഡ് ഹിയർ വി ഹാവ് അനദർ ഫിഗർ. അതിവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിക്വിഡ് എയർ ഇന്റർഫേസ് ഉണ്ടല്ലോ, അത് ഇവിടെയാണ് എന്ത് പറയുന്നത്, ലിക്വിഡ്. ഹിയർ യു ഹാവ് ലിക്വിഡ്, ഹിയർ യു ഹാവ് എയർ. അപ്പൊ ഈ ലിക്വിഡ് എയർ ഇന്റർഫേസിന്റെ എൻലാർജ്ഡ് പിക്ചറാണ് ഈ അടുത്തതിൽ കാണിച്ചിരിക്കുന്നത്. അതിനെ കുറച്ചും കൂടി വലുതാക്കിയിട്ട് കാണിച്ചിരിക്കുകയാണ്. അതിന്റെ എൻലാർജ്ഡ് പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി ഇവിടെ തന്നെ നോക്കുക. അപ്പൊ എൻലാർജ്ഡ് പിക്ചറാണ്. അപ്പൊ നമ്മുടെ ഈ പിക്ചറിന്റെ അകത്ത് ഈ വെള്ളം ഇങ്ങനെയാണ്, ഇങ്ങനെ കുഴിഞ്ഞാണ് ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇങ്ങനെ ഇൻവേർട്ട് കർവ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മളുടെ ഈ പിക്ചറിന്റെ അകത്ത് ഇങ്ങനെയാണ് വെള്ളം ഇരിക്കുന്നത്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്, വെള്ളത്തിന്റെ മെനിസ്കസ്, ഹിയർ ദ മെനിസ്കസ് ഈസ് കോൺകേവ്. അപ്പം വെള്ളത്തിന്റെ മെനിസ്കസ് നമുക്ക് കോൺകേവ് ആണെന്ന് മനസ്സിലായി. അപ്പം ഈ കാപ്പിലറി റൈസിൽ സർഫസ് ഓഫ് ദ മെനിസ്കസ് എന്ന് പറയുന്നത് കോൺകേവ് ആണ്, അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ കോൺകേവ് ആവുമ്പോൾ നമുക്കറിയാം ദർ വിൽ ബി എ പ്രഷർ ഡിഫറൻസ്. അപ്പൊ കോൺകേവ് സൈഡിലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്നു, കോൺകേവ് നേരത്തെ കണ്ടു, കോൺകേവ് സൈഡിലെ പ്രഷർ ആയിരിക്കും കോൺവെക്സ് സൈഡിനെക്കാട്ടി കൂടുതലെന്ന്. അപ്പൊ കോൺകേവ് സൈഡിൽ ഇവിടെ ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, ദറ്റ് ഇസ് ദ ലിക്വിഡ് എയർ ഇന്റർഫേസിന്റെ പ്രഷറാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കോൺകേവ് സൈഡിൽ ഇവിടെ വരുന്ന ആളാരാണ്, ലിക്വിഡ് എയർ ഇന്റർഫേസ്. അപ്പൊ അതിലെ പ്രഷർ, അതായത് സോ പ്രഷർ അറ്റ് ദ ലിക്വിഡ് എയർ ഇന്റർഫേസ്. അപ്പൊ ആ ലിക്വിഡ് എയർ ഇന്റർഫേസിലുള്ള പ്രഷറിനെ നമ്മൾക്ക് എന്തായിട്ട് എഴുതാം, പി ഐ എന്ന് എടുക്കുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് ഇവിടെ. ഓക്കെ, ഞാൻ ഇതൊന്ന് മാറ്റിക്കഴിഞ്ഞു. ഓക്കെ, സോ നമ്മുടെ ഇത് ലിക്വിഡും എന്താണ്, ഇത് എയറുമാണ്. അപ്പോൾ ഈ ലിക്വിഡ് എയർ ഇന്റർഫേസ്, അതായത് ഈ മെനിസ്കസിന് ജസ്റ്റ് മേലെയുള്ള ഈ ഭാഗത്തുള്ള പ്രഷർ, അതാണ് പി, പ്രഷർ അറ്റ് ദ ഇന്റർഫേസ് എന്ന് പറയും. That would be atmospheric pressure itself. That will be the atmospheric pressure. Okay, and ini just below the meniscus, just pressure ഈ മെനിസ്കസിലുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ഇതിന്റെ താഴെയുള്ള ഈ പ്രഷർ എന്ന് പറയുന്നത്, സപ്പോസ് മെനിസ്കസിന്റെ താഴെയുള്ള പ്രഷർ. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രഷർ മെനിസ്കസിന്റെ താഴെ എന്നുള്ളതല്ല, ഈ മെനിസ്കസിന്റെ അവിടെയുള്ള ജസ്റ്റ് ഈ താഴെയുള്ള, അല്ലെങ്കിൽ ഈ താഴെയുള്ള വിചാരിച്ചാൽ മതി, ആ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് PO ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ, സോറി ഇവിടെ ഞാൻ എഴുതിയിട്ട് ഒരു കാര്യം, ജസ്റ്റ് സി പ്രഷർ above the, it is not at the meniscus. Okay, pressure above the, sorry ഞാൻ എഴുതിയില്ലൊരു തെറ്റ് പറ്റിയാണ് കേട്ടോ. പ്രഷർ above the liquid air interface. ഓക്കെ, പ്രഷർ above the liquid പ്രഷർ, ഓക്കെ, അങ്ങനെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. പ്രഷർ അറ്റ് ദ ലിക്വിഡ് എയർ ഇന്റർഫേസ്, പ്രഷർ അത്താന്ന് പറയാൻ പറ്റില്ല. I mean, like you just use this word, pressure above the liquid air interface. അതായത് liquid air interface എന്ന് പറയുന്നത് എന്താണ്, that is at the meniscus ആണല്ലേ.
liquid air interface means at the meniscus. So അതിന്റെ തൊട്ട് മേളിലുള്ള പ്രഷറിനെ എന്താണ്, that is the, you can just tell it just above ആണെങ്കിൽ നമുക്ക് പ്രഷറിന്റെ ഇന്റർഫേസ് എന്ന് പറയാം. that is PI എന്ന് നമ്മൾ എടുക്കാം. and that is the just above the interface എന്ന് വെച്ചാൽ almost at the interface എന്നുള്ള തരത്തിൽ പറയാം, which will be equal to PA. and നെക്സ്റ്റ് നമ്മൾ അതിന്റെ താഴെയുള്ള പ്രഷർ എടുക്കുവാണ്. ഓക്കെ, പ്രഷർ, that is pressure of the water inside the tube. Okay, inside the tube. ഓക്കെ, ഇൻസൈഡ് ഉള്ള ഇപ്പൊ ഇവിടുത്തെ പ്രഷർ എന്ന് അതാണ് നമ്മൾ എന്തെടുക്കുന്നത്, PU ആയിട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ടേക്കൺ ആസ് PU. അപ്പൊ നമുക്ക് അറിയാം കോൺകേവ് സൈഡിലെ പ്രഷർ ആയിരിക്കും കോൺവെക്സ് സൈഡിനെക്കാട്ടി കൂടുതലാവുന്നത്. കോൺകേവ് സൈഡിലാണ് PA അല്ലെങ്കിൽ PI എന്നുള്ള ഈ പ്രഷർ ഉള്ളത്. PA is the this is above എന്ന് പറയാൻ പറ്റില്ല, pressure at the liquid air interface. Okay, not above, this is the correct thing. Okay, I'm just എനിക്ക് റൈറ്റിംഗ് അത് വീണ്ടും ഒരു കൺഫ്യൂഷൻ വന്നാണ്, സോറി. You just take it as pressure at the liquid air interface. അത് മെനിസ്കസിന് തൊട്ട് മുകളിലുള്ള ഭാഗം, that is the liquid air interface at the meniscus, just at the meniscus. That is the pressure at the liquid air interface. That is denoted by P subscript I. I means interface. അതെന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം പ്രഷർ അറ്റ് കോൺകേവ് സൈഡ് എന്ന് പറയുന്നതാണ് കോൺവെക്സ് സൈഡിനെക്കാട്ടും കൂടുതലാണ്. സോ ഇൻസൈഡ് ദ ട്യൂബിലുള്ള ഇവിടുത്തെ പ്രഷറാണ് PU ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ബൈ ദിസ് പർട്ടിക്കുലർ തിങ് വി നോ ദാറ്റ് PI will be greater than PO. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, കാര്യം കോൺകേവ് സൈഡിലെ പ്രഷറാണ് എന്ത് കോൺവെക്സ് സൈഡിനെക്കാട്ടും കൂടേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനൊരു എക്സ്പ്രഷൻ വേണം അല്ലെ, ഇതിനൊരു എക്സ്പ്രഷൻ വേണം. ഇനിയിപ്പൊ നെക്സ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് what is this PO and what is this PI, PU, what is the pressure difference എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ PO ആണ്, ആൻഡ് ദിസ് പ്രഷർ ഇസ് PI which is equal to PA അല്ലെ. അപ്പൊ അത് നമുക്കറിയാം. അപ്പൊ അതിന് കണ്ടുപിടിക്കാം നമുക്ക് ഫോർ ഇപ്പൊ ഡ്രോപ്പിന്റെ കേസിൽ നമുക്ക് ഇവിടെ ഇപ്പൊ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഇത് ലിക്വിഡ് എയർ ഇന്റർഫേസിന്റെ ഈ പിക്ചർ എൻലാർജ് ചെയ്യുന്നതാണ് ഈ വേർഷൻ. ഓക്കെ, so here we are having air and here we are having liquid. അപ്പൊ നമുക്ക് ഒരു ലിക്വിഡ് എയർ ഇന്റർഫേസ് ഉള്ള ഒരു കാര്യമാണെങ്കിൽ in that case we already know PI minus PO എന്ന് പറയുന്നത് 2S/R എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പ്രഷൻ നമുക്കറിയാം, അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എനിവേ പ്രഷർ ഡിഫറൻസ് ഉണ്ട് ഇതാണ്, സോ വി ക്യാൻ ഈസിലി അപ്ലൈ ദിസ് ഇക്വേഷൻ. അപ്പൊ ഇതിന്റെ R എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പർട്ടിക്കുലർ എന്താണ് ഈ PI എന്ന് പറയുന്ന പ്രഷർ ഉള്ള ആ ഒരു ഡ്രോപ്പിന്റെ റേഡിയസ് ആണ്. അപ്പൊ ഇവിടെ PI എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ പ്രഷറാണ് അല്ലെ, പുറത്തെ പ്രഷറാണ്. അപ്പം ഇവിടെ R കൺസിഡർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ഇതാണല്ലോ ഇതിന്റെ ഈ ലിക്വിഡിന്റെ മെനിസ്കസ് ആണിത്. ഓക്കെ, ഈ മെനിസ്കസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കുഡ് ബി ലൈക്ക് ഇതൊരു സർക്കിളിന്റെ കോഡാണെന്ന് വിചാരിക്കാം. കോഡാണെങ്കിൽ ഈ ഒരു കോഡ് കിട്ടുന്ന തരത്തിലൊരു സർക്കിൾ നമുക്ക് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു കോഡ് കിട്ടുന്ന തരത്തിൽ ഒരു സർക്കിൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു. സിസ് ദാറ്റ് ആ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ R ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇൻ ദാറ്റ് കേസ് നമുക്ക് ഈ ഇക്വേഷൻ ഇവിടേക്ക് അപ്ലൈ ചെയ്യാം. സോ ഹിയർ R എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വരുമ്പോൾ R എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ റേഡിയസ് ഓഫ് ദ meniscus. Okay, radius of the or here you have to tell it as radius of curvature of liquid meniscus എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ എഴുതി. Okay, radius of curvature of liquid meniscus. Okay, അപ്പോ ഞാൻ അതിനെ അങ്ങനെ എഴുതി. അപ്പൊ നോക്കുക, ഈ ഒരു നമ്മളുടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് എന്താണ്, ആ ലിക്വിഡും ആ ലിക്വിഡ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റില് ഒന്ന് മാറ്റുവാണ്. അപ്പം ഈ ലിക്വിഡിന്റെ ആ സോൾഡും ആയിട്ടുള്ള ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റില് ഒരു ടാൻജന്റ് വരയ്ക്കുമ്പോഴാണ് ആ ടാൻജന്റ് ആണ് നമ്മുടെ ആ ടാൻജന്റ് വിത്ത് റെസ്പെക്ട് ടു ആ സോളിഡ് സർഫസിൽ എടുക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്, ദാറ്റ് ഇസ് തീറ്റ. നമ്മൾ ഓൾറെഡി കണ്ടാണ്. ദാറ്റ് മീൻസ് ഈ ആംഗിൾ തീറ്റ ആയിരിക്കും അല്ലെ, ദിസ് ആംഗിൾ വിൽ ബി തീറ്റ. ആൻഡ് യു സീ
ഹിയർ യു ക്യാൻ സീ ദാറ്റ് ഇതൊരു സർക്കിൾ ആണ് അല്ലേ, ഓഫ് റേഡിയസ് ആർ. ഈ പെർട്ടിക്കുലർ തിങ് എന്ന് പറഞ്ഞാൽ സർക്കിൾ ഓഫ് റേഡിയസ് ആർ ആണ്. അപ്പൊ അതിന്റെ എന്താണ്, അതിനെ സംബന്ധിച്ച് ഇതൊരു ടാൻജന്റ് ആണ്. ആ സർക്കിളിന്റെ ഒരു ഭാഗത്ത് വരച്ചിരിക്കുന്ന ടാൻജന്റ് ആണ് ഈ ഒരു പോർഷൻ. സപ്പോസ് ഇപ്പൊ ഇത് L ആണെങ്കിൽ, L എന്ന് ഞാൻ അതിനെ നെയിം ചെയ്യുവാണെങ്കിൽ, റേഡിയസും ടാൻജന്റും എപ്പോഴും എന്താണ്, റേഡിയസ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ്. ഇപ്പൊ ഈ ടാൻജന്റിനെ ഞാൻ L എന്നാണ് ഡിനോട്ട് ചെയ്തത്, റേഡിയസ് ഇസ് R, സോ R ഇസ് പെർപെൻഡിക്കുലർ ടു L. ദാറ്റ് മീൻസ് ആംഗിൾ ബിറ്റ്വീൻ R ആൻഡ് L എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് ഇവിടെ മൊത്തം ഉണ്ടാവുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 90 ഡിഗ്രി. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ മൊത്തമുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഞാൻ ഈ പടം ഒന്നുകൂടെയും കൂടി ഇവിടേക്കൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ മറന്നു, കൂടി പറഞ്ഞാൽ നമുക്ക് പടം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. സോ ഈ മൊത്തം കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് കണക്കാക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ ഒരു സൈഡിൽ നിന്ന് അതിന്റെ സെൻട്രൽ പോർഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ്. അപ്പൊ നമുക്ക് ഇവിടെയും ഒരു റേഡിയസ് മാർക്ക് ചെയ്യാം കാപ്പിലറി ട്യൂബിന്, എവിടെ വേണേലും എടുക്കാം. അപ്പൊ നമ്മൾ തൽക്കാലം ഈ ആറും എല്ലും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ് മുതൽ കാപ്പിലറി ട്യൂബിന്റെ പകുതി വരെയുള്ള ആ പോയിന്റ് വരെയുള്ള ആ ഇത് കൺസിഡർ ചെയ്ത് റേഡിയസ് ഓഫ് കാപ്പിലറി ട്യൂബും എടുക്കുകയാണ്. ബിക്കോസ് ദാറ്റ് ഇസ് ദ റേഡിയസ് ഓഫ് ദ കാപ്പിലറി ട്യൂബ് ഒബ്വിയസ്ലി. സോ നമ്മുടെ പടം ഇപ്പം നമുക്ക് ഇങ്ങനെയാണ്. ഓക്കെ, വി ഹാവ് ദിസ് ആർ, വി ഹാവ് ഹിയർ, ഇത് മാർക്ക് ചെയ്യണ്ട. സോ വി ഹാവ് ദിസ്, ഇത് R ആണ്. ഇവിടെ നമുക്ക് റേഡിയസ് ഓഫ് കാപ്പിലറി ട്യൂബ് ഉണ്ട്, ദാറ്റ് ഇസ് A ആണ്. ആൻഡ് ഇതാണ്, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോകുന്നുണ്ട് അല്ലേ. ഇവിടെ നമ്മുടെ മെൻസ്കസ് ഇങ്ങനെയുണ്ട്. നമുക്ക് ഇങ്ങോട്ട് ഞാനിത് L ആയിട്ടാണ് മാർക്ക് ചെയ്തത്, ഞാനവിടെ L ആയിട്ട് എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്, ഈ മൊത്തമുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ദിസ് ആംഗിൾ വി ഹാവ്, ദിസ് ഈസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ. അപ്പൊ ഇത് തീറ്റ ആണെങ്കിൽ ഇത് മൊത്തം 90 ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ സി സെക്കൻഡ്, ഇങ്ങനെയാണ്. ഓക്കെ, സോ ഇഫ് ദിസ് ഇസ് തീറ്റ, ഇത് മൊത്തം 90 ഡിഗ്രി ആണ് എനിവേസ്. ആൻഡ് വൺ മോർ തിങ് ഇസ് ദാറ്റ് സി, ഈ ഒരു വെർട്ടിക്കലും, അതായത് ഈ ലൈനും ഈ ലൈനും മേക്ക് ചെയ്യുന്ന ആംഗിളും, ഈ എയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും തീറ്റ തന്നെയാണ്. ദാറ്റ് ഇസ് ഓൾസോ 90 ഡിഗ്രി. ഇൻ ദാറ്റ് കേസ് എന്താണ്, ഈ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ഇറ്റ് വിൽ ബി 90 മൈനസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് തീറ്റ. സോ ഇപ്പൊ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ 90 മൈനസ് എക്സ് പ്ലസ് 90 മൈനസ് തീറ്റ പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഷുഡ് ബി ഈക്വൽ ടു 90 ഡിഗ്രി. ബിക്കോസ് ആറും എല്ലും പെർപെൻഡിക്കുലർ ആയാലേ മതിയാവുള്ളൂ. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ 90യും ഈ 90യും കൂടി ക്യാൻസൽഡ് ആയി പോവുകയും തീറ്റയും എക്സും ഈക്വൽ ആയിട്ട് വരികയും ചെയ്യും. ദാറ്റ് മീൻസ് ഈ പെർട്ടിക്കുലർ ആംഗിൾ നമുക്ക് തീറ്റ ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, ദിസ് ഇസ് ഓൾസോ തീറ്റ. ഓക്കെ, അതങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ തീറ്റ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ 2s/r ആണല്ലോ. ഓക്കെ, നമ്മളുടെ എക്സ്പ്രഷൻ ഇതായിരുന്നു. ഞാൻ ഇവിടെ ഇടാം. Here we have the expression Pi minus P is equal to 2s/r ആണ്. ഇതിൻ്റെ നമുക്ക് see here you can construct a right angled triangle. ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഇനി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ you can see ഈ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ, സപ്പോസ് ദിസ് ഇസ് ABC എന്ന് പറഞ്ഞാൽ ഞാൻ മാർക്ക് ചെയ്യേണ്ടത്, ഈ ഒരു പെർട്ടിക്കുലർ ട്രയാങ്കിളിൽ you can take cos theta. What about cos theta? Cos theta is equal to opposite side. ഇതാണ് ഇതിന്റെ 90 ഡിഗ്രി ഹൈപ്പോട്ടനസ്. അപ്പം cos theta എന്ന് പറയുന്നത് adjacent side. Adjacent side എന്ന് പറഞ്ഞാൽ ഇവിടെ A ആണ്, which is A divided by hypotenuse. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് R ആണ്. സോ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാം, A by cos theta എന്ന് എഴുതാം. സോ ദാറ്റ് മീൻസ് 2s/A by cos theta എന്ന് എഴുതാൻ പറ്റും. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2s cos theta ഡിവൈഡഡ് ബൈ E. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറ്റി, പ്രഷർ നമുക്കിപ്പോൾ ഇവിടെ പ്രഷർ ഡിഫറൻസ് ആയിട്ട് ഇൻ ദിസ് കാപ്പിലറി റൈസിൽ നമുക്ക് പ്രഷർ ഡിഫറൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് P മൈനസ് PS ഇസ് ഈക്വൽ ടു 2s cos theta ഡിവൈഡഡ് ബൈ E എന്നൊരു ഫോർമുലയാണ് നമുക്ക്
കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു ഇങ്ങനൊരു ഫോർമുല നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്ന ഔട്ട്സൈഡ് പ്രഷറും ഇൻസൈഡ് പ്രഷറും മെനിസ്കസിന്റെ താഴെയുള്ള പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ഇൻ ടേംസ് ഓഫ് 2s cos theta by a എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇനി ഈ പടം ഒന്നുകൂടെയും കൂടി ഇവിടെ ഒന്നുകൂടെ വരയ്ക്കാം, ബിക്കോസ് അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. We have this picture like this. Okay, നമ്മളുടെ ഈ പടം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വരെ വെള്ളം, പിന്നെ ഇവിടെ ഒരു ബീക്കർ വെച്ചിട്ടുണ്ട്, ഇതിനകത്ത് ഇങ്ങനെ ഇവിടെ വരെ വെള്ളം. സോ ഇവിടുത്തെ പ്രഷറാണ് നമ്മൾ PI എന്ന് എടുത്തിരിക്കുന്നത്, ലിക്വിഡ് എയർ ഇന്റർഫേസിന്റെ പ്രഷർ, വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു പ്രഷർ E. നമ്മൾ ഈ ലിക്വിഡ് എയർ ഇന്റർഫേസ് പറയുമ്പോൾ എപ്പോഴും ഇറ്റ് ഈസ് യു ഹാവ് ടു ടേക്ക് ഇറ്റ് അബൌവ് ദ മെനിസ്കസ് ആയിട്ട് തന്നെ എടുക്കണം, മെനിസ്കസിൽ തൊട്ട് മേളിലുള്ള പോർഷൻ ആയിട്ട് തന്നെ എടുക്കണം. ഓക്കെ ഓക്കെ, അറ്റ് ദ ലിക്വിഡ് എയർ ഇന്റർഫേസ്, സോ ഇതിന്റെ അടുത്ത് തന്നെ എടുക്കണം. അപ്പൊ ഇതിന്റെ ഞാൻ 2 പോയിന്റ് കൺസിഡർ ചെയ്യും. എ എന്നും ഇത് ഫുള്ള് വെള്ളമാണ്. അപ്പം ഇവിടുത്തെ പ്രഷറാണ് PO, പ്രഷറാണ് PO, ജസ്റ്റ് ബിലോ ദ മെനിസ്കസിലെ പ്രഷറാണ് PO. ആൻഡ് ഈ ഒരു ഡിസ്റ്റൻസ്, ഇപ്പം ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്, അത് ഈ എയോട് അതേ ഹൈറ്റ് ഇരിക്കുന്ന വേറൊരു പോയിന്റ് B എന്ന് എടുക്കുകയാണ്. ആൻഡ് ഈ മെനിസ്കസും ഈ B എന്ന് പറഞ്ഞ പോയിന്റും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ H ആണെന്ന് വിചാരിക്കുക. സോ ഇവിടെ എല്ലാം വെള്ളം ഫില്ല് ചെയ്തിരിക്കണം, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. സോ ഈ എയും ബിയും ഒരേ ഹൈറ്റിലുള്ള പോയിന്റ് ആയതുകൊണ്ട് പ്രഷർ അറ്റ് എയും പ്രഷർ അറ്റ് ബിയും സെയിം ആയിരിക്കും. ഒബ്വിയസ്ലി പ്രഷർ അറ്റ് എയും പ്രഷർ അറ്റ് ബിയും സെയിം ആണ്. സോ വാട്ട് അബൌട്ട് ദ പ്രഷർ അറ്റ് ബി? നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഇതിന്റെ എക്സ്പ്രഷൻ ഓൾറെഡി കണ്ടുവന്നതാണ്. പ്രഷർ അറ്റ് ബി മീൻസ്, ഇപ്പം ഈ പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത്, ഈ പോയിന്റിൽ ഈ ടോപ്പ് പോയിന്റിലെ പ്രഷർ ഇൻസൈഡ് ദ വെള്ളം, അതിന്റെ ടോപ്പ് പോയിന്റിലെ വാട്ടറിന്റെ ഉള്ളില് ഇൻസൈഡ് ദ മെനിസ്കസ് ആണ് PO എന്ന് പറഞ്ഞ പ്രഷർ, അവിടുത്തെ പ്രഷർ PO ആണ്. ഇനി അവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ H ആണ്. സോ H ρ G. ഈ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യണമെങ്കിൽ പ്രീവിയസ് വീഡിയോസ് നോക്കിയാൽ മതി, ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ PB ഇതാണെങ്കിൽ PAയും PB ഈക്വൽ ആണ്, വിച്ച് മീൻസ് PAയും അത് തന്നെയാണ്, ദാറ്റ് ഈസ് PO പ്ലസ് H ρ G എന്ന് തന്നെ ആയിരിക്കും. ആൻഡ് PA എന്ന് പറയുന്നത് എന്താണ്? PA ഈസ് ഓൾസോ എ പോയിന്റ് വിച്ച് ഇസ് ദ ലിക്വിഡ് എയർ ഇന്റർഫേസ്. ഓക്കെ, PO എന്ന് പറയുന്നതും ഒരു ലിക്വിഡ് എയർ ഇന്റർഫേസ് ആണ്. സോ ഈ PAയുടെ പ്രഷർ എന്ന് പറയുന്നതും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും, PA തന്നെ ആയിരിക്കും. സോ വിച്ച് മീൻസ് വിച്ച് വിൽ ബി ഈക്വൽ ടു PA. ദാറ്റ് മീൻസ് ഈ PA എന്ന് പറയുന്നതിനും PA ഈ മേലെയുള്ളത് ഒരു ലിക്വിഡ് എയർ ഇന്റർഫേസ് ആണ്, ദാറ്റ് ഇസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. അതുകൊണ്ട് അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് എയർ ഇന്റർഫേസ്, ജസ്റ്റ് അബോവ് ദ ലിക്വിഡ് എയർ ഇന്റർഫേസ്, അറ്റ് ദ ലിക്വിഡ് എയർ ഇന്റർഫേസിലെ പ്രഷറാണ് PA. സോ PA എന്ന് പറയുന്ന ഒരു ലിക്വിഡ് എയർ ഇന്റർഫേസ് ആണ്, സോ അവിടുത്തെ പ്രഷറും PA തന്നെ ആയിരിക്കും. Therefore ഈ PAക്ക് പകരം എനിക്ക് PI എന്ന് എഴുതി കുഴപ്പമൊന്നുമില്ലല്ലോ. I could just put it like PA is equal to PO plus H rho G എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അപ്പം ഇവിടുത്തെ റോ എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ഡെൻസിറ്റി, അതുപോലെ H എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ്സ് ദ കാപ്പിലറി റൈസ്. അത് ഈ വെള്ളത്തിന്റെ സർഫസിൽ നിന്നും ട്യൂബിൽ എത്രമാത്രം റൈസ് വെള്ളത്തിന് ഉണ്ടായി, അതാണ് H, വിച്ച് ഇസ് ദ കാപ്പിലറി റൈസ്. ഓക്കെ, സോ ഇവിടുത്തെ ഈ എക്സ്പ്രഷനിൽ നിന്നും എനിക്ക് ഒരു കാര്യം വേണമെങ്കിൽ എഴുതാം, PA മൈനസ് PO is equal to H rho G എന്ന് എഴുതാം. ഓക്കെ, എനിക്ക് ഇങ്ങനെ എഴുതാം, എനിക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഫ്രം ദിസ് ഇക്വേഷൻ എനിക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഞാൻ PA മൈനസ് PO is equal to 2s cos theta by A എന്ന ഒരു എക്സ്പ്രഷൻ എഴുതി. PA മൈനസ് PO is equal to 2s cos theta divided by A എന്നും ഞാൻ ഓൾറെഡി ഒരു എക്സ്പ്രഷൻ എഴുതി. സോ വിച്ച് ഇംപ്ലൈസ് എനിക്ക് രണ്ട് ഇക്വേഷനും കൂടി എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് PA മൈനസ് PO is equal to H rho G is equal to 2s cos theta divided by A. അപ്പൊ ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായി H is inversely proportional to A. ഓക്കെ, സോ ബേസിക്കലി എന്തുകൊണ്ടാണ് സംഭവിച്ചത്? സർഫസ് ടെൻഷന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഈ പ്രഷർ ഡിഫറൻസിലും അതിന്റെ നമ്മുടെ ഈ Hലും നമുക്കൊരു സർഫസ് ടെൻഷന്റെ ഇൻവോൾവ്മെന്റ് നമുക്ക് വന്നു. അപ്പം ഈ ഒരു പ്രഷർ ഡിഫറൻസ്, ഔട്ട്സൈഡ് പ്രഷറും, അതായത് ഈ ലിക്വിഡ് എയർ ഇന്റർഫേസിന്റെ മേലത്തെ പ്രഷറും താഴത്തെ പ്രഷറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് അവിടുത്തെ ഡ്രൈവിംഗ് ഫോഴ്സ്, ലിക്വിഡിനെ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സ്. ആൻഡ് ആ റൈസ് എത്രമാത്രമാണ്, ദാറ്റ് വിൽ ബി അതിന്റെ റിലേഷനും കാപ്പിലറി ട്യൂബ്. കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് എത്രമാത്രം കുറയുന്നു അത്രത്തോളം അതിന്റെ റൈസ് കൂടുകയും ചെയ്യും. ഓക്കെ,
കാര്യം എന്താ ഇപ്പം അപ്പൊ ഇവിടെ ബേസിക്കലി എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ മെനിസ്കസ് കോൺകേവ് മെനിസ്കസ് ആണ് നമ്മളിവിടെ കണ്ടത്. അപ്പൊ കോൺകേവ് മെനിസ്കസ് ആണ് നമ്മളിവിടെ കണ്ടത്. കാപ്പിലറി റൈസിന് മെനിസ്കസ് എന്ന് പറയുന്നത് കോൺകേവ് ആണ്. ഓക്കെ, കോൺകേവ് മെനിസ്കസ് ആണ് കാപ്പിലറി റൈസിൽ. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് അവിടുത്തെ ആംഗിൾ ഓഫ് തീറ്റ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിവിടെ ജസ്റ്റ് കണ്ടായിരുന്നു. തീറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ആണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ദാറ്റ് മീൻസ് തീറ്റ ലെസ് ദാൻ 90 ഇറ്റ്സ് ആൻ അക്യൂട്ട് ആംഗിൾ. അപ്പൊ ഇൻ ദാറ്റ് കേസ് എന്താ സംഭവിക്കുക? അധഷൻ ആണ് കൊഹഷനെ കാട്ടി കൂടുതൽ. അത് വാട്ടർ മോളിക്യൂൾസിന് തങ്ങളിലുള്ള അട്രാക്ഷനെ കാട്ടിയും കൂടുതൽ വാട്ടർ മോളിക്യൂളും ഈ ഒരു എന്താണ് സർഫസും സോൾട്ട് സർഫസും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് അതിന് കുറച്ചും കൂടി കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് വെള്ളം റൈസ് ചെയ്യും. ഇവിടെ അധഷൻ എന്ന് പറയുന്നതാണ് ഗ്രേറ്റർ ദാൻ കൊഹസീവ് ഫോഴ്സ്. അതുകൊണ്ടാണ് വെള്ളം റൈസ് ചെയ്യുന്നത്. ഈ ഒരു ഫിനോമിനാണ് നമ്മൾ ഇപ്പം വാട്ടറിനെ ഗ്ലാസ്സിലൊക്കെ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യമാണ്. ഓക്കെ, അവിടെ ഈ ഒരു അധഷനാണ് അവിടെ കൂടുതലാവുന്നത്. ഓക്കെ, ഇനി നേരെ മറിച്ച് നമ്മളുടെ കോൺവെക്സ് മെനിസ്കസ് ആയിരുന്നുവെങ്കിൽ, നമ്മുടെ മെനിസ്കസ് എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെയാണ് ഈ മെനിസ്കസ് ഇരുന്നതെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് മെനിസ്കസ് ഇരുന്നെങ്കിൽ അതിങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് അവിടെ ഒരു ക്യാപിലറി ഫോൾ വരും. സി ഇൻ ദിസ് കേസ് ഹിയർ what we have seen is that ഇത് നോക്കുക, ഇപ്പം ഇവിടെ നമ്മുടെ മെനിസ്കസ് എന്ന് പറയുന്നത് മെനിസ്കസ് ഇങ്ങനെ കോൺവെക്സ് ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കാം. ഇങ്ങനെ കോൺവെക്സ് ആയിട്ടിരിക്കുന്നു. ഇൻ ദാറ്റ് കേസ് കോൺവെക്സ് മെനിസ്കസ് ആണെങ്കിൽ ഉറപ്പായിട്ടും വെള്ളം ഈ മെനിസ്കസിലേക്ക് ഈ ഒരു ക്യാപിലറി ഫോൾ ആയിരിക്കും വരിക. അതായത് ഈ ട്യൂബിലെ വെള്ളം കുറവായിരിക്കും ബീക്കറിനെക്കാട്ടിയും അപേക്ഷിച്ച്. ഇതെന്ന് പറയുന്നതാണ് ക്യാപിലറി ഫോൾ. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടത് ക്യാപിലറി റൈസ് ആണ്. ഇത് ട്യൂബിനെ അപേക്ഷിച്ചും ബീക്കറിനെ അപേക്ഷിച്ചും ഈ ട്യൂബിലെ വെള്ളം റൈസ് ചെയ്യും. ആൻഡ് അപ്പൊ ഇൻ ദാറ്റ് കേസ് ഈ മെനിസ്കസ് എന്ന് പറയുന്നത് സോറി, ഞാനിവിടെ മെനിസ്കസ് വരച്ചത് മാറിപ്പോയി. സോ ഇൻ ദാറ്റ് കേസ് എന്താണ് പറയുന്നത്? ഓക്കെ, സോ എനിക്കിങ്ങനെ കൺഫ്യൂഷൻ വന്നു, അതെന്താണ് കേട്ടോ, സോറി. അപ്പോ റൈസ് ആണെങ്കിൽ എന്താണ് കോൺകേവ് മെനിസ്കസും ഫോൾ ആണെങ്കിൽ കോൺവെക്സ് മെനിസ്കസും ആണ് വരിക. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് കോൾഡ് ക്യാപിലറി റൈസ്. അതാണ് നമ്മളിപ്പോ കണ്ടത്. അത് ക്യാപിലറി റൈസിന് ദിസ് ഇസ് ക്യാപിലറി റൈസ്. ഓക്കെ, ക്യാപിലറി റൈസ് ആകുമ്പോൾ മെനിസ്കസ് എന്താണെന്ന് നോക്കുക. ക്യാപിലറി റൈസിന് മെനിസ്കസ് എന്ന് പറയുന്നത് കോൺകേവ് ആണ്. ക്യാപിലറി ഫോൾ ആണെങ്കിൽ മെനിസ്കസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി കോൺവെക്സ് ഷേപ്ഡ്. അങ്ങനെയാണെങ്കിൽ അവിടെ കോൺവെക്സ് ഷേപ്ഡ് ആയിരിക്കും മെനിസ്കസ് വരിക. അപ്പൊ എന്താണ് ഇവിടെ നോക്കുക, കോൺവെക്സ് ഷേപ്പ് ആണ്. ക്യാപിലറി ഫോൾ എന്ന് പറയുന്നത് ഈ ക്യാപിലറി ട്യൂബിലെ വെള്ളം ചുറ്റുമുള്ള വെള്ളത്തിനെക്കാട്ടും കുറവാണ്. ഫോളാണ്, അത് നേരെ ഫോളാണ് സംഭവിച്ചിരിക്കുന്നത്, വെള്ളം കുറഞ്ഞു. നേരെ മറിച്ച് ഇവിടെ എന്താണ് വെള്ളം റൈസ് ചെയ്യുവാണ്. ക്യാപിലറി ട്യൂബിലേക്കുള്ള വെള്ളം റൈസ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു കാര്യം അത് ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? സോ ഇവിടെ എന്ന് പറയുന്നത് വാട്ടറിന്റെ കൊഹസ്റ്റൻ ആണ് കൂടുതൽ. ഓക്കെ, വാട്ടറിന് തങ്ങളിൽ ഉള്ള അട്രാക്ഷൻ ആണ് ആ കണ്ടെയ്നറിന്റെ മെറ്റീരിയലുമായിട്ടുള്ള അട്രാക്ഷനെക്കാട്ടും കൂടുതൽ. ഇവിടെ കൊഹഷൻ ആണ് അധഷനെക്കാട്ടും കൂടുതൽ. ഇവിടെ ആണെങ്കിലും നേരെ തിരിച്ചാണ്. അത് നമ്മുടെ ഇവിടുത്തെ കേസിലാണെങ്കിൽ അധഷനാണ് കൊഹഷനെക്കാട്ടും കൂടുതലായിട്ട് വരിക. അതുകൊണ്ടാണ് ഇങ്ങനെ റൈസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ കോൺസിക്വൻസ് ഓഫ് ദാറ്റ് സർഫസ് ടെൻഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇപ്പം ലിക്വിഡ് മെനിസ്കസ് കോൺവെക്സ് ആണെങ്കിൽ, ഇൻ ദ കേസ് ഓഫ് ഇപ്പൊ മെർക്കുറി ഒക്കെ ആണെങ്കിൽ, മെർക്കുറിനെ ഗ്ലാസ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് ഇങ്ങനെ ഒരു കോൺവെക്സ് ഷേപ്ഡ് മെനിസ്കസ് ആയിരിക്കും നമുക്ക് കിട്ടുക.
അപ്പൊ ഇൻ ദാറ്റ് കേസ് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം അവിടുത്തെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് എന്താണ്, അതൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടാണ്. ആംഗിൾ ഓഫ് ഇൻ ദിസ് കേസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ഒബ്റ്റ്യൂസ് ആയിരിക്കും. പക്ഷെ ഹിയർ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആയിരിക്കും. ഇവിടുത്തെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ക്യാപിറ്റൽ റൈസ് ആണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് അക്യൂട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ അങ്ങനെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒബ്റ്റ്യൂസ് ആവുന്ന കേസിൽ, ഇതിന്റെ കേസിൽ വിച്ച് മീൻസ് ഇവിടുത്തെ കോസ് ഓഫ് തീറ്റ എടുക്കുവാണെങ്കിൽ ദാറ്റ് വിൽ ബി നെഗറ്റീവ്. അപ്പം ഈ ഒരു കേസിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇൻസൈഡ് പ്രഷർ പി എയും ഔട്ട്സൈഡ് പ്രഷർ പി ഒയും ആണെങ്കിൽ ഒബ്വിയസ്ലി എന്താ സംഭവിക്കുക, എപ്പോഴും കോൺകേവ് സൈഡിലായിരിക്കും എന്ത് വരുന്നത്, പ്രഷർ കൂടി വരിക, കോൺവെക്സ് സൈഡിൽ കുറവായിരിക്കും. സോ ഹിയർ എന്ത് സംഭവിക്കും, ഇതിൻ്റെ കോൺകേവ് അതായത് പി യു ആയിരിക്കും പി എക്കാട്ടും കൂടുതലായിട്ട് വരിക. ഹിയർ പി ഒ വിൽ ബി ഗ്രേറ്റർ ദാൻ പി ഐ. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഉള്ളിലെ പ്രഷർ പി എയും പുറത്തെ പ്രഷർ പി ഒ ആവുമ്പോൾ എന്ത് സംഭവിക്കും, ഇറ്റ് മീൻസ് പി ഐ എന്ന് പറയുന്നതാണ് ഇവിടെ കൂടുതലായിട്ട് വരിക. പി ഐ ആണ് ഗ്രേറ്റർ ദാൻ പി യു. ഓക്കെ, സോ ഇവിടെ നേരെ തിരിച്ചു വരും. ദാറ്റ് മീൻസ് ഒരു മിനിറ്റ്, പി ഐ ഇവിടെ പി യു ആയിരിക്കും. ഞാനിവിടെ എഴുതി തിരിച്ചു പോയി. സോ ദിസ് ഇസ് പി യു, ദിസ് ഇസ് പി ഐ. ഓക്കെ, ദിസ് ഇസ് പി ഐ, ദിസ് ഇസ് പി യു. അപ്പൊ ഇതിനുള്ളിലെ പി യു. അപ്പം ഈ കേസിൽ നമ്മളുടെ ക്യാപിറ്റൽ റൈസിന്റെ കേസിൽ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, കോൺകേവ് സൈഡിലായിരിക്കും പ്രഷർ എപ്പോഴും കൂടുതലായിട്ട് വരിക. ദാറ്റ് മീൻസ് പി യു ആണ് ഗ്രേറ്റർ ദാൻ പി ഐ. ഹിയർ ഇൻ ദിസ് കേസ് പി ഐ ആയിരിക്കും ഗ്രേറ്റർ ദാൻ പി ഒ വരിക. അപ്പൊ എവിടെയാണെങ്കിൽ പി ഐയും പി യുയും മാർക്ക് ചെയ്തെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ദിസ് ഇസ് പി ഐ, ഈ ഉള്ളിലാണ് പി യു. ഓക്കെ, ഇത് പി ഐ, ഇതാണ് പി യു. അതൊന്ന് ശ്രദ്ധിച്ചു വെക്കാം. എനിക്ക് ഒന്ന് കൺവീനിയൻസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം, വരച്ചു കഴിഞ്ഞാൽ. ഓക്കെ, സോ ദിസ് ഇസ് പി യു ആൻഡ് ഇവിടെ മാർക്ക് ചെയ്യാം. സോ ദിസ് ഇസ് പി യു. അപ്പൊ അത് അവിടെ എന്ത് പറ്റും, തിരിഞ്ഞു പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ എനിക്ക് ഇനിയിപ്പം നമ്മുടെ ഫോർ ദ കേസ് ഓഫ് കാപ്പിലറി റൈസിൽ നമ്മൾ എന്ത് കണ്ടു, നമ്മൾ ആ ഫോർമുല ഡിറൈവ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു എച്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/a. അപ്പം അതിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ടെക്സ്റ്റിൽ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റേഡിയസ് ഓഫ് ദ കാപ്പിലറി ട്യൂബ് 0.5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ആൻഡ് വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്, സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ടേബിളിൽ നിന്നും നമുക്ക് 0.703 ന്യൂട്ടൺ പെർ മീറ്റർ ആയിട്ട് എടുക്കാം. ആൻഡ് ദ ആംഗിൾ, സപ്പോസ് ദാറ്റ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് 0 ആണെന്ന് വിചാരിക്കാം. ഇൻ ദാറ്റ് കേസ് we can find h, okay, because you have this expression h rho g is equal to 2s by a cos theta. അപ്പോൾ ഇവിടെ നമ്മൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് h rho g is equal to 2s by a എന്ന് എഴുതാം. അതർവൈസ് h is equal to 2s by rho g എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് that is 2 into 0.073 divided by ഈ വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 10 ക്യൂബ്, ജി എന്ന് പറഞ്ഞാൽ 9.8, ഈ അതെന്ന് പറഞ്ഞാൽ 0.5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. 0.5 into 10 power minus 2. ഇതെല്ലാം ചെയ്യുമ്പോൾ you will get it as 2.92 into 10 power minus 2 meter, അഥവാ 2.98 സെന്റിമീറ്റർ നമുക്ക് കിട്ടും. അത് നോക്കിക്കേ, ഇപ്പം കാപ്പിലറി ട്യൂബ് 0.5 സെന്റിമീറ്റർ ആയപ്പം എച്ച് റൈസ് ഓഫ് വാട്ടർ 2.98. ഇനി നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 0.4ഉം 0.3 ഒക്കെയുടെ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ എച്ച് കണ്ടുപിടിക്കാം. ഇൻ ദാറ്റ് കേസ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എച്ച് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. അത് വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. ദാറ്റ് ഇസ് 10.6 which is the detergents and surface tension. ഓക്കെ, ഇത് അടുത്ത സെക്ഷനാണ്. ഈ സെക്ഷനോട് കൂടി നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ തീരും. സോ നോക്കൂ, ഇപ്പൊ നമുക്ക് ഡേർട്ടി ക്ലോത്ത്സ് എന്തെങ്കിലും, അത് ഗ്രീസോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും നമ്മുടെ തുണികളിൽ പറ്റുവാണെങ്കിൽ എന്താ ചെളിയാന്ന് നമുക്ക് പറയും. സ്റ്റെയിൻ അല്ലെ. അപ്പം അതെന്ന് പറയുന്നത് നമുക്ക് വെറുതെ വെള്ളത്തിലിട്ട് കഴുകി കഴിഞ്ഞാൽ നമുക്കറിയാൻ പോകത്തില്ല. നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഡിറ്റർജന്റോ സോപ്പോ എന്തെങ്കിലും കലക്കി മുക്കി വെച്ച് നനച്ച് നന്നായിട്ട് ഷേക്ക് ചെയ്ത് ഉടച്ച് ഒക്കെ എടുത്ത്
വെള്ളത്തിൽ മുക്കി മാറ്റിയാലേ അത് അതിൻ്റെ ചെളി പോവുള്ളൂ. അതെന്തുകൊണ്ടാണിത്? വെള്ളം മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഈ ഗ്രീസ് സ്റ്റെയിൻസ് ഒന്നും പോകത്തില്ല. കാര്യം എന്താണ്? വാട്ടർ ഡസൻറ്റ് വെറ്റ് ഗ്രീസ് അല്ലെങ്കിൽ ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ഓയിൽ എന്ന് പറയുന്നത് ഹൈ ആണ്. ഓക്കെ, അവർ തമ്മിലുള്ള സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ വരുന്ന ഏരിയ ഓഫ് കോണ്ടാക്ട് വളരെ ചെറുതാണ്. ബിക്കോസ് വാട്ടർ മോളിക്യൂൾസുമായിട്ടുള്ള അഫിനിറ്റി ആണ് വാട്ടർ മോളിക്യൂൾസിന് കൂടുതൽ ദാൻ ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾസ് ആൻഡ് ഓയിൽ. അല്ലെങ്കിൽ നമുക്ക് കെമിസ്ട്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വാട്ടർ ഒരു പോളാർ മോളിക്യൂളാണ്, ഓയിൽ നോൺ പോളാർ ആണ്. അപ്പൊ അത് രണ്ടും കൂടെ ഒരിക്കലും കമ്പൈൻ ചെയ്യത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു സാധനമാണ് ഡിറ്റർജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ രണ്ട് സബ്സ്റ്റൻസിനെയും, അത് ഈ വെള്ളത്തിനെയും ഓയിലിനെയും കൂടി ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള ഈ രണ്ട് സാധനത്തിനെയും കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരാളാണ് നമ്മുടെ ഡിറ്റർജന്റ്. അപ്പൊ ഈ ഡിറ്റർജന്റിന്റെ മോളിക്യൂൾസ് ഹെയർ പിൻ ഷേപ്ഡ് ആണ്. ഓക്കെ, ഡിറ്റർജൻസിന്റെ മോളിക്യൂൾസിന്റെ ഷേപ്പാണ്, അവരുടെ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഹെയർ പിൻ ഷേപ്ഡ് ആണ്. അതിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് വെള്ളവുമായിട്ട് അട്രാക്ട് ചെയ്യും, ഒരു എൻഡ് എന്ന് പറയുന്നത് ഗ്രീസ് അല്ലെങ്കിൽ ഓയിലുമായിട്ട് അട്രാക്ട് ചെയ്യും. സോ ഈ ഹെയർ പിൻ ഷേപ്ഡ് മോളിക്യൂളിന് രണ്ട് എൻഡ്സ് ഉണ്ട്. അതിൻ്റെ ഒരെണ്ണം വെള്ളവുമായിട്ടും അട്രാക്റ്റഡ് ആവും, ഒരെണ്ണം ഓയിലുമായിട്ടും അട്രാക്റ്റഡ് ആവും. അങ്ങനെ ഈ ഡിറ്റർജന്റ് ഒരു വാട്ടർ ഓയിൽ ഇന്റർഫേസ് കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മൾ ഈ ചെളിയെ അകത്തി കളയുന്നത്. ഇപ്പം സോപ്പ് ആണെങ്കിലും സോപ്പിനൊരു ഹൈഡ്രോഫോബിക് ഹെഡും ഒരു ഹൈഡ്രോഫിലിക് ഹെഡും ഒരു ഹൈഡ്രോഫോബിക് ടെയിലും ഉണ്ട്. അപ്പം ഹൈഡ്രോഫോബിക് ഹെഡ് എന്ത് ചെയ്യും? ഹൈഡ്രോഫിലിക് ഹെഡ് വെള്ളവുമായിട്ട് ബോണ്ട് ചെയ്യും, ഹൈഡ്രോഫോബിക് ടെയില് എന്ത് ചെയ്യും? മറ്റേ ഓയിലുമായിട്ട് ലിങ്ക് ചെയ്യും. അങ്ങനെയാണ് അവർ ലിങ്ക്ഡ് ആവുന്നത് വാട്ടർ ഓയിൽ ഇന്റർഫേസിൽ. അപ്പം ഈ റിസൾട്ട് വളരെ ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. സി, ഇപ്പം ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇപ്പോൾ സോപ്പ് മോളിക്യൂൾ ആണെങ്കിൽ എന്ത് പറ്റും? സോപ്പ് മോളിക്യൂൾ ആണെങ്കിൽ ഈ വെള്ളത്തിലേക്ക് കുറച്ച് സോപ്പ് മോളിക്യൂളിനെ ഇങ്ങോട്ടിടുവാണ്. അപ്പൊ എന്ത് പറ്റും? വെള്ളവും സോപ്പ് മോളിക്യൂളും കൂടി കലങ്ങും. സി, ഇതിൻ്റെ ഈ ടെയിൽ പാർട്ട് ഇങ്ങനെ, അത് ഈ ഹെഡ് വെള്ളവുമായിട്ട് ലയിച്ചു, ടെയിൽ പാർട്ട് അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ അത് സ്പ്രെഡായി വെള്ളത്തിൽ സോപ്പ് മോളിക്യൂൾ കിടക്കുകയാണ്. സപ്പോസ് നമുക്കിപ്പം ഇങ്ങനെ ഒരു പ്ലാറ്റർ തന്നിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഫുൾ ഓഫ് എന്താണ്? ഗ്രീസ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡർട്ട്. ഇങ്ങനെ ഡർട്ടാണ് ഈ ഡോട്ട് ഡോട്ട് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ പുറത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. സി, വെള്ളം, അപ്പം വെള്ളമായിട്ട് ഒരു റിയാക്ഷനും ഇവിടെ നടക്കുന്നില്ല, വെള്ളവും ഗ്രീസും അതേപടി തന്നെ കിടക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഡിറ്റർജന്റിനെ ആഡ് ചെയ്തു. ആ വെള്ളത്തിന്റെ അകത്തേക്ക് ഡിറ്റർജന്റിനെ ആഡ് ചെയ്തു. അപ്പം വെള്ളവും ഡർട്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിലെ ആ ഒരു മറ്റേ അറ്റത്തേക്ക് എന്ത് ചെയ്തു? വെള്ളവും ഡർട്ടും മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ അതിന്റെ ഡിറ്റർജന്റിന്റെ പാർട്ട് വന്നിട്ടൊരു ഇന്റർഫേസ് ഇവിടെ ഉണ്ടാക്കുകയാണ്. സോ എന്ത് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡിറ്റർജന്റിന്റെ എന്താണ്, അത് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യാത്ത, അത് ഡിറ്റർജന്റിന്റെ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുകയും മറ്റേ എൻഡ് എന്ന് പറഞ്ഞാൽ ആ ഗ്രീസുമായിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ എന്ത് പറ്റി? അങ്ങനെ ഈ ഡർട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? ഈ ഒരു സോപ്പ് മോളിക്യൂളുമായിട്ട് അതിൻ്റെ അകത്തെ ഡർട്ടെല്ലാം സസ്പെൻഡ് ചെയ്യപ്പെടുകയും ഫർദർ അങ്ങനെ വാഷ് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊരു ഡീറ്റെയിൽ ആയിട്ടൊരു പടം കാണിച്ചിട്ടുണ്ട്. സോ ചുരുക്കം ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? ഡിറ്റർജന്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു എൻഡ് വെള്ളത്തിലും അതിന്റെ മറ്റേ എൻഡ് ഓയിലിലും വരും. അങ്ങനെ ഈ ഡിറ്റർജന്റ് എന്ത് സംഭവിക്കുക വെച്ചാൽ ഡിറ്റർജൻസ് ശരിക്കും എന്ത് ചെയ്യും? ഡിറ്റർജൻസ് റെഡ്യൂസ് ദ surface tension. Okay, detergent reduces the surface tension between water and oil. Water oil നമ്മളുള്ള surface tension കുറയ്ക്കുന്നു. ഓക്കെ, അതിന്റെ അങ്ങനെ എന്ത് ചെയ്യും? വാട്ടറും ഗ്രീസും തമ്മിലുള്ള ആ ഒരു സർഫസ് ടെൻഷൻ കുറയ്ക്കുകയും വെള്ളം നന്നായിട്ട് ഗ്രീസിനെ വെറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു ഇതുപോലത്തെ സർഫസ് ആക്റ്റീവ് ഡിറ്റർജൻസ് അല്ലെ സർഫാക്ടൻസ് എന്ന് പറയുന്നത് ക്ലീനിങ്ങിന് മാത്രമല്ല ഈ ഓയിലിനെ റിക്കവർ ചെയ്യാനായിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ആ ഒരു ഓയിലിന്റെ മൊബിലിറ്റി കൂട്ടിയിട്ട് ഓയിലിന്റെ മൊബിലിറ്റി കൂട്ടി അങ്ങനെ ഓയിലിനെ റിക്കവർ ചെയ്യാനായിട്ടും
ഫ്രം വാട്ടർ, ഓയിലിനെ റിക്കവർ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഓയിലിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡിറ്റർജന്റ് അല്ലെങ്കിൽ സർഫാക്ടൻസ് എല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് പ്രോബ്ലം കൂടി നോക്കാം. സോ the lower end of a capillary tube of diameter 2 mm is dipped 8 cm below the surface of water in a beaker. അപ്പോൾ ഒരു വെള്ളമുണ്ട്, ഓക്കെ. അപ്പം അതിൻ്റെ അകത്തേക്ക് ഒരു കാപ്പിലറി ട്യൂബിനെ ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ കാപ്പിലറി ട്യൂബിന്റെ ലോവർ എൻഡ്, ഇവിടുത്തെ ഈ എൻഡ് എന്ന് പറയുന്നത് എന്താണ്, 8 സെന്റിമീറ്റർ ബിലോ ദ സർഫസ്. അപ്പം ഈ സർഫസ് ഓഫ് ദ വെള്ളവും ഇതും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഹൈറ്റ്, ഈ സർഫസും ഈ കാപ്പിലറി ട്യൂബിന്റെ ഈ അറ്റവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 8 സെന്റിമീറ്റർ. യു ഹാവ് ദിസ് 8 സെന്റിമീറ്റർ. നമുക്ക് എച്ച് എന്ന് തൽക്കാലം എടുക്കാം, ഓക്കെ. ആൻഡ് ഡയമീറ്റർ ഓഫ് ദ ട്യൂബ് തന്നിട്ടുണ്ട്. ഡയമീറ്റർ, ഈ കാപ്പിലറി ട്യൂബിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 2 മില്ലിമീറ്റർ. അപ്പൊ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, 2/2, that is 1 mm for 10⁻³ meter. What is the pressure required in the tube in order to blow a hemispherical bubble at its end in water? അപ്പം ഈ ട്യൂബിന് എത്രമാത്രം പ്രഷർ വേണം such that ഈ എൻഡിലേക്ക് ഒരു ഹെമിസ്ഫെറിക്കൽ ബബിൾ പുറത്തേക്ക് വിടാൻ വേണ്ടി എത്രമാത്രം അതിന് പ്രഷർ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എത്രമാത്രം പ്രഷറാണ് വേണ്ടത്. സോ എന്താണിത്, അപ്പൊ ഇവിടുത്തെ പ്രഷർ എത്രയാണെന്ന് ബേസിക്കലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ആൻഡ് ഇത് നോക്കും, സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ജി തന്നിട്ടുണ്ട്. ഓൾസോ കാൽക്കുലേറ്റ് ദ എക്സസ് പ്രഷർ. അപ്പം അപ്പം സപ്പോസ് ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് PI ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം ഒരു what is the pressure required in the tube in order to blow a hemispherical bubble at its end in water? എത്രമാത്രം പ്രഷറാണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നോക്കൂ, ഒരു ബബിൾ ഓഫ് ഗ്യാസ് അടിക്കൂടെ. അപ്പം ഇവിടെ ഒരു ബ്ലോ ചെയ്യണ്ടല്ലോ. അപ്പൊ സപ്പോസ് ഇവിടെയാണ് നമുക്ക് ഒരു ഡ്രോപ്പിന് ബ്ലോ ചെയ്യേണ്ടതെന്ന് വിചാരിക്കും, ആ ഒരു ഇത്. അപ്പം അതിൻ്റെ അകത്ത് എത്രമാത്രം എക്സസ് പ്രഷർ ഉണ്ടാവും? ഈ ഒരു ഇതിന് ചുറ്റും വെള്ളമാണുള്ളത്, ഓക്കെ. ഇതിന് ചുറ്റും ഇതാണ് ഒരു ഗ്യാസ് ബബിൾ ആണ്. അപ്പം ഇതിൻ്റെ അകത്തെ എക്സസ് പ്രഷർ എന്ന് പറയുന്നത്, എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ബബിൾ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് that is 2S/R. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ഇതിന് ചുറ്റും വെള്ളം മാത്രമേ ഉള്ളൂ, ഓക്കെ. ബിക്കോസ് ഈ ബബിൾ വരാൻ പോകുന്നത്, ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ബബിൾ ഈ ട്യൂബിൽ നിന്നും തന്നെയാണ് വരുന്നത്. ആൻഡ് ദ ട്യൂബ് ഈസ് സറൗണ്ടഡ് കംപ്ലീറ്റ്ലി ബൈ വാട്ടർ. അതുകൊണ്ട് ഇവിടെ ഒരു ഇന്റർഫേസ് കൺസിഡർ ചെയ്താൽ മതി. ഇൻ ജനറൽ നമുക്കറിയാം ബബിളിന് 2 ഇന്റർഫേസ്, പക്ഷെ ഇവിടെ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു വാട്ടർ ബബിൾ ആണ്, അതുകൊണ്ട് ഇതിന് ഒരു ഇന്റർഫേസ് കൺസിഡർ ചെയ്താൽ മതി. അപ്പം സപ്പോസ് ഈ ഒരു ബബിളിന്റെ പ്രഷർ, ഇത് ഈ ബബിളിന്റെ പുറത്തുള്ള പ്രഷർ എന്ന് പറഞ്ഞപ്പോൾ സപ്പോസ് അതിനെ PO ആയിട്ട് എടുക്കാന്ന് വിചാരിക്കാം. PO അങ്ങനെയാണെങ്കിൽ ബബിളിന്റെ പുറത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് PO ആണെങ്കിൽ ദാറ്റ് PO എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് PO കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് പ്രഷർ ഔട്ട്സൈഡ് ദ ബബിൾ. ഓക്കെ, പ്രഷർ ജസ്റ്റ് ഔട്ട്സൈഡ് ദ ബബിൾ, അതിന്റെ മുകളിലുള്ളതാണെന്ന് വിചാരിക്കാം. ഔട്ട്സൈഡ് ദ ബബിൾ എന്ന് പറയുമ്പോൾ അപ്പൊ അത് PO ആയിട്ട് എടുക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് എന്താണ്, ഇവിടം വരെ ഇവിടെയുള്ള പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്, പ്ലസ് ഇവിടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 8 ആണ് തന്നിട്ടുണ്ട്. സോ ടോട്ടലി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, PA പ്ലസ് HρG അവിടെ കൊടുക്കാം ഔട്ട്സൈഡ് ദ. സോ PA എന്ന് പറഞ്ഞാൽ 1.01 × 10⁵ പാസ്കൽ പ്ലസ് 8 സെന്റിമീറ്റർ ആണ്, ദാറ്റ് മീൻസ് 0.08 മീറ്റർ ഇൻറ്റു HρG. Rho is 1000 into G is 9.8. So this is ഇങ്ങനൊരു ആൻസർ കിട്ടും. This is the pressure outside the bubble. And ഈ ഉള്ളിലുള്ള പ്രഷർ എന്താണ്? അപ്പം നമുക്ക് ഉള്ളിലുള്ള ആ ബബിളിന്റെ ഉള്ളിലുള്ള പ്രഷർ അതിനെ നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഇസ് ദ പ്രഷർ റിക്വയർഡ് ഇൻ ദ ട്യൂബ്. ഓക്കെ, സോ പ്രഷർ ഇൻസൈഡ് ദ ബബിൾ, ഉള്ളിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ PI ആണെന്ന് വിചാരിക്കാം. സോ നമുക്കറിയാം ഇഫ് ദാറ്റ് ഇസ് PI, വി നോ PI മൈനസ് PO എന്ന് പറയുന്നതാണ് 2S/R. സോ അതിൻ്റെ നമുക്ക് ഉള്ളിലുള്ള പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, PO പ്ലസ് 2S/R എന്ന് എടുക്കാം. അപ്പം ഈ ഒരു പ്രഷർ ആയിരിക്കും വേണ്ടി വരുന്ന പ്രഷർ. ഓക്കെ,
സോ നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം പി എക്ക്. ദറ്റ് ഇസ് പി ഒ നമ്മളിവിടെ ജസ്റ്റ് കണ്ടു 1.01784 ഇൻറ്റു 10⁻5 പ്ലസ് 2 ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ 7.3 ഇൻറ്റു എസ് സർഫസ് ടെൻഷൻ്റെ വാല്യൂ ഇതാണ്. അത് നമുക്ക് ടേബിളിൽ നിന്ന് എടുക്കാം. അവിടെ തന്നിട്ടുണ്ട് ദിസ് ബൈ ആർ. ഇവിടുത്തെ റേഡിയസ് ഓഫ് ദ ബബിൾ എന്നുള്ളത് നമുക്ക് ഈ ഒരു ട്യൂബിന്റെ എന്താണ് നമുക്ക് എത്രമാത്രം പ്രഷർ വേണമെന്നാണല്ലോ ബ്ലോ ചെയ്യാനായിട്ട്. അപ്പം ഇവിടെ നമുക്ക് ആ റേഡിയസ് എന്താണ് ബബിൾ ഹെമിസ്ഫിറിക്കൽ ബബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഇസ് 1 mm which is 10⁻³ അപ്പൊ ഇത് മൊത്തത്തിൽ ചെയ്യുമ്പോൾ യു ഗെറ്റ് ഇറ്റ് ഇസ് 1.02 ഇൻറ്റു 10⁻5 പാസ്കൽ. ഈ ഒരു കാര്യം ചോദിച്ചിരിക്കുന്നത് എത്രമാത്രം എക്സസ് പ്രഷറാണ് ബബിളിന്റെ ഉള്ളിലുള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ പ്രഷർ റിക്വയർഡ് ഇസ് ജസ്റ്റ് ദിസ് വൺ, അത് മതി. ആൻഡ് എക്സസ് പ്രഷർ എത്രമാത്രം പ്രഷറാണ് ഇൻസൈഡ് ദ ബബിൾ ഉള്ളതെന്ന് വിചാരിക്കാം. അത് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് പി ഐ മൈനസ് പി ഒ. സോ പി ഐ മൈനസ് പി ഒ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് 2s/r അല്ലേ. സോ 2 ഇൻറ്റു 7.3 ഇൻറ്റു 10⁻⁻² divide by 10⁻⁻3. അപ്പൊ ഇത് ചെയ്യുമ്പോൾ you get it is 146 Pascal. So this is the excess pressure. Okay, and then ഒരു പ്രോബ്ലം ആണ്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ സമ്മറിയില്ല ഇങ്ങനെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു നല്ല ടേബിളാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി ലൈക്ക് പ്രഷർ, ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, റെനോൾഡ്സ് നമ്പർ, സർഫസ് ടെൻഷൻ, അതിൻ്റെ എല്ലാം സിമ്പിൾ എന്താണ്, അതിൻ്റെ ഡയമെൻഷൻസ് എന്താണ്, അതിൻ്റെ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. പിന്നെ ചില റിമാർക്സ് സ്കെയിലാർ ആണോ, അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ്, അതുപോലെ തന്നെ സ്കെയിലാർ ആവുന്ന ചില ക്വാണ്ടിറ്റീസ് ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടേബിളാണ്. അത് നമുക്ക് ഇങ്ങനെ നോക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വീഡിയോയിൽ ഇത് നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇനി അടുത്ത വീഡിയോയിൽ എക്സസൈസ് പ്രോബ്ലംസ് ചെയ്യാം. സോ താങ്ക് യു.